ഹലോ ഓൾ, മാക്ബിക്കിൻ്റെ പുതിയൊരു 5 hours ചലഞ്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് സിമ്പിളാണ്. പൈത്തണിൻ്റെ ഒരു 5 hours ചലഞ്ചാണ് ഇന്ന് മുതൽ നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടിന്യൂസ് ഉണ്ടാവുക. എന്താണ് 5 hours ചലഞ്ച്, എന്താണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകാം. നമുക്ക് എന്തുണ്ട്, നമ്മളൊരു ഗൗതം സാറാണ് നമ്മളെ ഈ ഒരു ചലഞ്ച് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നത്. ആൾ ഡെവലപ്പറായിട്ടൊക്കെ പ്രൊജക്ട് മാനേജറായിട്ടും പൈത്തൺ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പറായിട്ടൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. എന്താണ് ഈ ഒരു പൈത്തൺ 5 hours ചലഞ്ച് എന്നുള്ളത് ആളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരും. സാർ ഒന്ന് അവർക്ക് വേണ്ടിയിട്ട് ഒന്ന്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ക്രെഡ് ആപ്പാണ്. അതായത് നമുക്ക് ഒരു സാധനം എന്താ പറയുക, ബേസിക് ആയിട്ട് ഒരു ക്രിയേറ്റ് ചെയ്യാനും അപ്ഡേറ്റ് ഡിലീറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ് ഈ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നിങ്ങൾ ഇത് വരുന്നതിന് മുന്നേ ഒരു പ്രീ റിക്വസിറ്റ്സ് ഉണ്ട്, അത് ആദ്യം പറയാം. അതായത് നിങ്ങൾ ബേസിക് പൈത്തൺ അറിഞ്ഞിരിക്കുന്ന ഒരാളായിരിക്കണം. അതായത് പൈത്തണിൻ്റെ ലൂപ്സ്, ഫങ്ഷൻസ്, പിന്നെ ബേസിക് ഡാറ്റ ടൈപ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ പൈത്തൺ എന്താണെന്ന് അറിഞ്ഞിരിക്കണം, പിന്നെ പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു ചെറിയ നോളജ് വേണം എന്നുള്ള ഒരു കണ്ടീഷൻ ഉണ്ട്. സിമ്പിളാണ്. പൈത്തണിൻ്റെ ബേസിക് നോളജ് ഉള്ള ആളായിരിക്കണം അല്ലേ. ലിസ്റ്റ്, ടപ്പിള്, ഡാറ്റ ടൈപ്പ്, ഫംഗ്ഷൻ വരെ അറിഞ്ഞിരിക്കുന്ന ആളായിരിക്കണം. അതേയുള്ള ഒരു കണ്ടീഷൻസ്. പിന്നെ നിങ്ങൾ അറിയാത്ത ഒരാളാണെങ്കിൽ എന്ത് ചെയ്യേണ്ട, ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമ്മളൊരു 1 hour ഇതിന് വേണ്ടി മാത്രമായിട്ട്, അതായത് ബേസിക് ടു ഫംഗ്ഷൻ വരെ ഒരു 1 hour വീഡിയോ വൈകാതെ ഇതിൻ്റെ പുറകെ തന്നെ നമ്മൾ ഇറക്കുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാം, നമ്മൾ ഈ ചലഞ്ചിലേക്ക് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാം. അതൊരു 1 hour മതിയാവും. 1 hour മതിയാവും. പിന്നെ നമ്മൾ അഡ്വാൻസ്ഡ് ഡെക്കറേറ്റർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മളിത് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ പറഞ്ഞു പോകും. അത് നമ്മൾ ഈ 5 hours ചലഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. അതുപോലെ തന്നെ ബേസിക് വെബ് കൺസെപ്റ്റ്സ് ഉണ്ട്. അതായത് എന്താണ് വെബ്സൈറ്റ്, അതിലേക്ക് റിക്വസ്റ്റ് പോകുന്നത്, റെസ്പോൺസ് വരുന്നത്, ഡാറ്റാബേസ് ആയിട്ട് ഡീൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ നമ്മുടെ ഈ 5 hours നമ്മൾ എങ്ങനെ പോകുന്നത് വെച്ചാൽ, ആദ്യം നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നോളജീസും സാധനത്തിൻ്റെ ഒക്കെ ഒരു ഓവർവ്യൂ കൊടുക്കും. അതിൽ ബേസിക് ആയിട്ടൊരു റെസ്പോൺസ് കൊടുക്കുന്ന റിക്വസ്റ്റ് റെസ്പോൺസിൻ്റെ ഒരു ലൈഫ് സൈക്കിൾ ജസ്റ്റ് കാണിക്കും. അതിന് ശേഷം നമ്മൾ നേരെ പ്രൊജക്റ്റ് ബിൽഡ് ചെയ്ത് തുടങ്ങുകയും ചെയ്യാം. ഓക്കെ. പിന്നെ നമ്മുടെ ഈ 5 hours ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ നല്ലൊരു ഓഫർ കൊടുക്കുന്നുണ്ട്. അതാണ് ഇതിലെ മെയിൻ ഹൈലൈറ്റ്. നമ്മൾ ഇതിൻ്റെ ഇടയിൽ എന്തുണ്ട്, അസൈൻമെൻറ്റ്സും കുറച്ച് ടാസ്കൊക്കെ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. ഈ ടാസ്കൊക്കെ പ്രോപ്പറായിട്ട് സബ്മിറ്റ് ചെയ്യുന്ന ആൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ പ്ലേസ്മെൻറ്റ് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഫ്രീ ആയിട്ടുള്ള നമ്മളെ പ്ലേസ്മെൻറ്റ് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാക്ബിക്കിൻ്റെ കോഴ്സിലേക്കുള്ള ഒരു ഫ്രീ എൻട്രിയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്നുണ്ട്. ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ 5 hours കംപ്ലീറ്റ് ചെയ്യുക, നിങ്ങളുടെ സ്കിൽ എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക, പ്ലസ് ഇതിൻ്റെ കൂടെയുള്ള അസൈൻമെൻറ്റ് പ്രോപ്പർ ടൈമിൽ നമുക്ക് സബ്മിറ്റ് ചെയ്യാം. സബ്മിറ്റ് ചെയ്യുന്ന എല്ലാവർക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ കമ്മ്യൂണിറ്റി സപ്പോർട്ട് തരുന്നുണ്ട്. കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോ സീരീസിൻ്റെ വൈകാതെ തന്നെ പറയുന്നതാണ്. ഡിസ്കോഡ് കമ്മ്യൂണിറ്റിയാണ്, ലിങ്കൊക്കെ താഴെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഡിസ്കോഡ് കമ്മ്യൂണിറ്റിയിലേക്ക് എൻ്റർ ചെയ്താൽ നിങ്ങൾക്ക് എന്തിട്ടുണ്ട്, ഈ ഒരു ബെനിഫിറ്റ്, അതായത് പ്ലേസ്മെൻറ്റ് സപ്പോർട്ട് പ്ലസ് നമ്മുടെ മാക്ബിക്കിൻ്റെ കോഴ്സിലേക്കുള്ള ഒരു എൻട്രി ഫ്രീ ആയിട്ട് എന്ത് ചെയ്യും, നിങ്ങൾക്ക് പ്ലേസ്മെൻറ്റ് സപ്പോർട്ടും അതുപോലെ തന്നെ എൻട്രിയും നമ്മൾ തരുന്നതാണ്. പിന്നെ ഇനി എന്താ നിങ്ങൾക്ക് അറിയേണ്ടതെന്ന് വെച്ചാൽ, ഈ 5 hours ചലഞ്ചിൽ എന്തൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, മൊത്തത്തിലൊരു ഓവർവ്യൂ. ഓക്കെ, ഫ്രം സ്റ്റാർട്ട് ടു എൻഡ് സാർ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ തരുന്നതാണ്. ദെൻ സാർ ഒന്ന്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആദ്യം കവർ ചെയ്യുക ജസ്റ്റ് എന്താണ് വെബ്സൈറ്റ്. നമ്മളൊരു ക്രെഡ് ആപ്ലിക്കേഷൻ, ഒരു വെബ് ബേസ്ഡ് ആപ്ലിക്കേഷനാണ് ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം വെബിൻ്റെ കുറച്ച് ബേസിക് കാര്യങ്ങൾ, ഇപ്പോൾ നിങ്ങൾ പൈത്തൺ പഠിച്ചു എന്ന് വിചാരിക്കുക, അത് കഴിഞ്ഞ് വാട്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടായിരിക്കുമല്ലോ സ്റ്റുഡൻസ് ഇരിക്കുക. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ നേരെ വെബിൽ ബേസിക് ആയിട്ട് അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ജസ്റ്റ് പൈത്തണിന്റെ ബേസിക് കഴിഞ്ഞ് സ്റ്റക്കായി നിൽക്കുന്ന ആൾക്കാരുണ്ടോ, ഇനി അങ്ങോട്ട് ഫംഗ്ഷൻ വരെ കഴിഞ്ഞു, ഇനി എന്ത് എന്നുള്ളൊരു ആ ഒരു മൊമെന്റിലാക്കി ഈ ഒരു വീഡിയോ ബെസ്റ്റ് ആയിരിക്കും. കാരണം ഇനി അങ്ങോട്ട് പോയിട്ട് എന്തൊക്കെ പഠിച്ചിട്ട് നമ്മൾ നേരെ ഒരു ജോബിനോട്ട് കയറാൻ ആയിരിക്കില്ല എല്ലാവരും നോക്കാം. ഉറപ്പായിട്ടും ഇനി അതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഒരു വെബിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ തരും. പിന്നെ നമ്മൾ ആ വെബിൽ പല ടെക്നോളജി യൂസ് ചെയ്ത് നമുക്ക് വെബ് ബിൽഡ് ചെയ്യാം. നോ കോഡായിട്ടും വരെ ഇപ്പം ടൂൾസ് ഉണ്ട്. ഇപ്പൊ AI ടൂൾസ് ഇഷ്ടം പോലെ. AI ടൂൾസ് അല്ല, നോ കോഡ് ടൂൾസ്, അതായത് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ അത്. അപ്പൊ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് കോഡ് ബേസ്ഡ് ആണ്. കംപ്ലീറ്റ്ലി നമ്മൾ കോഡ് ചെയ്ത് ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ അതാണ് കുറച്ചും കൂടെ ഒരു എന്താ പറയാ, റിലയബിൾ ആയിട്ടുള്ള ഒരു സാധനം. മറ്റേതുണ്ട്, പക്ഷെ നമുക്ക് അത്രയും കൺട്രോൾസ് അവിടെ കിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് നമ്മുടെ രീതിയിൽ എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പൈത്തൺ ബാക്ക് എൻഡിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫ്രെയിം വർക്ക് ഉണ്ട്, ജാങ്കോ. ആ ജാങ്കോ ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ വേറെ ഫ്രെയിം വർക്ക്സ് അവൈലബിൾ ആണ്, പക്ഷെ നമ്മൾ ജാങ്കോ ആണ് പോപ്പുലർ ആയിട്ടുള്ള ഫ്രെയിം ആണ്. കുറച്ചും കൂടി സാധനങ്ങൾ ഇൻബിൽറ്റ് ആയിട്ട് അതിലുണ്ട്. ഇപ്പം നമ്മൾ ഫ്ലാസ്ക് ഒക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഈ അഡ്മിൻ പാനലൊന്നും ഇല്ല, അതിന് നമ്മളൊക്കെ പ്രോപ്പർ എഴുതി ഉണ്ടാക്കണം. ജാങ്കോ ആണെങ്കിൽ അതിന് ഒരുപാട് ഫീച്ചേഴ്സ് ഇൻബിൽട്ട് ആയിട്ട് വരുന്നുണ്ട്, ഇൻക്ലൂഡിങ് സെക്യൂരിറ്റി ഫീച്ചേഴ്സ്. ഓക്കെ, അപ്പൊ നമ്മൾ ജാങ്കോ വെച്ചിട്ടാണ് ചെയ്യുന്നത്. സാർ ഇതിന് ബാക്ക് എൻഡ് ആവശ്യമുണ്ടോ? ബാക്ക് എൻഡ് ആണ് നമ്മൾ ജാങ്കോ. ഡാറ്റാബേസ് വേറെയാണ്, വേറെ തന്നെ. ലൈക്ക് നമ്മൾ
SQL ടൈപ്പ് നോൺ SQL ടൈപ്പും ഉണ്ട്. ഓക്കെ. ജാങ്കോ വെച്ച് ചെയ്യുമ്പോൾ അധികം SQL ടൈപ്പിലാണ് നമ്മൾ ചെയ്യുക. ജാങ്കോ SQL ആണ് ബെറ്റർ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അത് നിങ്ങളിപ്പം നോ SQL എന്ന് പറഞ്ഞിട്ട് അവർ പേടിക്കണം, നമ്മൾ അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മൾ അതിനെ റിലേഷണൽ നോൺ റിലേഷണൽ ഡാറ്റാബേസ് എന്ന് പറയും. MongoDB ആണ്. അതൊക്കെ നമ്മൾ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. നമ്മൾ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് Postgres SQL ആണ്. അത് വെച്ചിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ട് MySQL എന്തുകൊണ്ട് എടുത്തില്ല? നമുക്ക് MySQL വേണമെങ്കിൽ MySQL എടുക്കാം. പക്ഷേ ജാങ്കോ ആയിട്ട് അധികം ഡെവലപ്പേഴ്സ് ചൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് പോസ്റ്റ്ഗ്രേ പുതിയത്. തന്നെ നമുക്ക് ഫോളോ ചെയ്യാം, അതായിരിക്കും ബെറ്റർ. പിന്നെ ജാങ്കോ ആയിട്ട് ഒന്നും കൂടി നല്ലത് പോസ്റ്റ്ഗ്രസ് ആണ്. പക്ഷെ നമ്മൾ ജാങ്കോ ഡിഫാൾട്ട് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത സമയത്ത് SQLite എന്ന് പറഞ്ഞിട്ടൊരു ഡാറ്റാബേസ് ആണ് ആദ്യം അതിൽ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ അതിൻ്റെ സെറ്റിംഗ്സിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഓൾറെഡി SQLite കോൺഫിഗേർഡ് ആയിരിക്കും. നമ്മൾ ഡാറ്റാബേസ് കുറേ ഓപ്പറേഷൻസ് ചെയ്യുമ്പോൾ SQLite ആയിരിക്കും അതിൽ ഉണ്ടാവുക. എന്നിട്ട് അതിൻ്റെ കോൺഫിഗറേഷൻസ് മാറ്റി നമ്മൾ വേറൊരു പോസ്റ്റ്ഗ്രസ് കണക്ട് ചെയ്യാണ് വേണ്ടത്. ഈ ഒരുപാട് ടെക്നിക്കൽ ടേംസ് കേട്ടിട്ട് കുട്ടികൾ ചിലപ്പോൾ പേടിച്ചിരിക്കും. അങ്ങനെ പേടിക്കൊന്നും വേണ്ട, നമ്മളെല്ലാം ഫ്രം സ്ക്രാച്ച് നമ്മൾ എന്തായാലും പറഞ്ഞു അല്ലേ, ഫ്രം സീറോന്ന് നമ്മൾ പറഞ്ഞ് ഓരോന്ന് അതിനാണ് ഞാൻ പറഞ്ഞത് ആദ്യം നമ്മൾ വെബിന്റെ ബേസിക്സ് പറഞ്ഞു കൊടുക്കുന്നത്. ആ ബേസിക്സ് എന്ന് പറയുന്നത് എന്താണ് ഡാറ്റാബേസ്, എന്തൊക്കെ ടൈപ്പ് ഡാറ്റാബേസ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അവിടെ പറയും. പിന്നെ നമ്മളിത് എങ്ങനെയാണ് ഇതിൻ്റെ ലൈഫ് സൈക്കിൾ പോണത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ടാവും. അതായിരിക്കും ഇനി ഫസ്റ്റ് ചെയ്യുക. അത് കണ്ടു കഴിയുമ്പോൾ ഒരു ഐഡിയ കിട്ടും. പിന്നെ നമ്മൾ ഡെവലപ്മെന്റിലേക്ക് കടക്കുമ്പോഴാണ് പിന്നെയും നമ്മൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആദ്യം ഞാൻ എന്താ വെച്ചാൽ ഒരു റിക്വസ്റ്റ് ഒരാളുടെ URL ടൈപ്പ് ചെയ്യുമ്പോൾ റിക്വസ്റ്റ് പോയിട്ട് ഒരു HTTP റെസ്പോൺസ്, അതായത് വെബ്സൈറ്റിൽ നിന്ന് വരുന്ന റെസ്പോൺസ്, അതിൻ്റെ സെർവറിൽ നിന്ന് വരുന്ന റെസ്പോൺസ് നമ്മൾ ഇതിൽ കാണിക്കും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഒരു ബേസിക് കാണിച്ചു കൊടുക്കും. പിന്നെ നമ്മൾ ബിൽഡ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ. അപ്പോൾ ഇൻ ബിറ്റ്വീനിൽ എന്തായാലും നിങ്ങൾക്ക് ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്, അത് ഷുവറാണ്. സാറ് പറയുമ്പോൾ തന്നെ എനിക്ക് തന്നെ ഡൗട്ട് കുറച്ചധികം വന്നു. അപ്പോൾ ഇത്തരം ഡൗട്ട്സ് നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. അവിടെ 24/7 നമുക്ക് സപ്പോർട്ട് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങൾ വരികയാണെന്ന് ആ ഡിസ്കോഡ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് എനിക്കിങ്ങനെ HTTP മനസ്സിലായില്ല സാർ, നിങ്ങൾക്ക് മലയാളമോ ഇംഗ്ലീഷോ അതിന് മംഗ്ലീഷോ ഏത് രീതിയിലും നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തിടാം. നമ്മൾ എന്ത് ചെയ്യും? ആ ഡൗട്ട് അപ്പോൾ തന്നെ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. ബൾക്ക് മെസ്സേജ് ഇങ്ങനെ അടിച്ചടിച്ച് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെതായ ടൈം ഡിലേ വരും. ബട്ട് സ്റ്റിൽ നിങ്ങളുടെ ഡൗട്ട് എന്തായാലും നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നത്. ഈ ഡൗട്ട് ക്ലിയർ ചെയ്താൽ മാത്രമല്ല ഈ 5 hours കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ശരിയാ. അത് മാത്രമല്ല, നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എറർ അടിച്ചില്ലെങ്കിലാണ് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ലേണിങ്ങിന് എന്തോ പ്രശ്നമുണ്ട് എന്നുള്ളത്. കാരണം ഞാൻ ട്യൂട്ടോറിയൽ ചെയ്യുന്നു, നിങ്ങളെ നോക്കി ചെയ്യുന്നു, നിങ്ങൾക്ക് എറർ ഒന്നും അടിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ലേണിംഗ് കർവ് കുറയാണ് ചെയ്യുന്നത്. അവരൊരു എറർ അടിക്കുമ്പോൾ എനിക്കത് അടിച്ചില്ല, അപ്പം നിങ്ങൾക്കത് അടിച്ചു. അപ്പോൾ അതെന്താ ഞാൻ ചെയ്യുന്നതും അവർ ചെയ്യുന്ന തമ്മിൽ എന്തോ ഒരു വ്യത്യാസമുണ്ട്, നിങ്ങൾ എന്തോ സാധനം മിസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡെവലപ്പേഴ്സിന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് എറർ തന്നെയാണെന്നാണ് സാറ് പറഞ്ഞു വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എറർ വരും, ആ എറർ എന്ത് ചെയ്യുക, നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, സോൾവ് ചെയ്ത് തരുന്നത്. അവരൊന്ന് ശ്രമിച്ചു നോക്കുക. നിങ്ങളൊന്ന് ഫസ്റ്റ് ഒരു സമയം നിങ്ങൾ വരുമ്പോൾ തന്നെ നമ്മളോട് ചോദിക്കരുത്. ചാടിക്കേറി റെഡ് ലൈൻ കണ്ടാട് നമ്മുടെ എറർ എന്ന് ആദ്യം എന്താ എറർ എന്ന് മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ അതിൽ ടെർമിനലിൽ വരുന്ന എറർ ആണെങ്കിൽ അവിടെ എഴുതി ടെർമിനലെല്ലാം സാർ ഒന്ന് അത് നമ്മൾ റൺ ചെയ്യുമ്പോൾ അവിടെ ഫയൽ റൺ ചെയ്യാത്ത എറർ വരും. അപ്പം നമ്മളത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നോക്കിയാൽ അതിൻ്റെ എറർ ഉണ്ടാവും. ഇനി അതല്ല, നമ്മളിത് റൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രൗസറിൽ ഇത് വിളിക്കുമല്ലോ, അപ്പം കുറേ 404 അങ്ങനെ കുറേ എററുകൾ ഉണ്ടാവും. അത് ചിലപ്പോൾ പലർക്കും അറിയായിരിക്കും. ഈ യൂണിവേഴ്സിറ്റിയിലൊക്കെ സ്റ്റുഡൻസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ റിസൾട്ടൊക്കെ വരുന്ന സമയത്ത് കാണാറില്ല. അങ്ങനത്തെ എററുകളൊക്കെ നമ്മൾ ചിലപ്പോൾ ഇത് ചെയ്യുമ്പോൾ വരും. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതാണ് ഒരു കാര്യം പറയാനുള്ളത്. പിന്നെ എനിക്ക് വേറെ കാര്യം പറയാനുള്ളത്, ഈ AI ടൂൾസ് ഇല്ലേ, അത് ഇനീഷ്യലി യൂസ് ചെയ്യരുത്. നിങ്ങൾ നമുക്ക് ഇപ്പോഴത്തെ എല്ലാവരും ചെയ്തു വരുന്ന ട്രെൻഡാണ് നേരെ ഒരു ChatGPT എന്തെങ്കിലും എടുക്കും, പ്രോംപ്റ്റ് ചെയ്യും, അതെടുക്കും, കോപ്പി പേസ്റ്റ് ചെയ്യും. അപ്പൊ നമ്മളിപ്പോ ഒരു എന്താ പറയുക, ഒരു സ്റ്റാർട്ടപ്പ് ഒരു ബിസിനസ് ഒക്കെ തുടങ്ങുന്ന ആളാണെങ്കിൽ അവർക്ക് അത് ഓക്കെ. പക്ഷെ ഒരു ഡെവലപ്പറായിട്ട് ചിന്തിക്കുമ്പോൾ സ്കില്ല് ബിൽഡ് ചെയ്യണം, അത് വെച്ചിട്ട് പോകണം എന്നുള്ള ആളാണെങ്കിൽ കറണ്ട് സിനാരിയോയില് അത് അത്ര നല്ല പ്രാക്ടീസ് അല്ല എക്സ്പേർട്ടിന്റെ ഒപ്പീനിയൻ. അതായത് അതിലേക്ക് പോകണ്ട. അതായത് ഇന്നത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് കമ്പനീസ് ഹയർ ചെയ്യുമ്പോൾ കുറച്ച് ഫണ്ടമെന്റൽസും ടെക്നിക്കൽ നോളജും ഉള്ള ആളുകൾ പ്ലസ് കോഡിങ് കൂടി വരുമ്പോൾ അങ്ങനെയാണ് ആളുകൾ ഓപ്റ്റ് ചെയ്യുന്നത്. കാരണം ഇപ്പോൾ ഒരു കമ്പനിയിൽ ഇപ്പോൾ പ്രൊഡക്ഷനിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇവർ ChatGPT ഒരു കോഡ് എടുത്ത് ഇങ്ങോട്ട് പേസ്റ്റ് ചെയ്തിട്ട് എൻ്റർ അടിച്ചെടുത്തിട്ട് നേരെ അത് കൊളാപ്സ് ആയിപ്പോൾ എന്ത് ചെയ്യും? ഇവർക്ക് അറിയില്ലെങ്കിൽ, എവിടെ പ്ലേസ് ചെയ്യണമെന്ന് അറിയില്ലെങ്കിൽ, ഈ കോഡിൽ മിസ്റ്റേക്ക് വന്നാൽ തിരുത്താനും പറ്റില്ല, ആകെ പ്രശ്നമാണ്. നമ്മളിപ്പോൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സിനാരിയോ ഞാൻ പറഞ്ഞത്, നമ്മളൊരു പ്രൊജക്ട് ചെയ്യുന്ന യൂസ് ചെയ്യാം നമുക്ക്. കാരണം പണ്ട് നമ്മൾ
എങ്ങനെ ഒരു എറർ വന്നു കഴിഞ്ഞാൽ നേരെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് സ്റ്റാക്ക് ഓവർഫ്ലോ ഒക്കെ റെഫർ ചെയ്യേണ്ട കുറേ ടൈം പോകുമായിരുന്നു. പണ്ടത്തെ ഡെവലപ്പേഴ്സിന്റെ ക്വാളിറ്റി കൂടാൻ കാരണം സ്റ്റാക്ക് ഓവർഫ്ലോ. ഇപ്പൊ ഞാൻ ഈ അടുത്ത് ഒരു പോസ്റ്റ് ഉണ്ട്, സ്റ്റാക്ക് ഓവർഫ്ലോന്റെ യൂസേഴ്സ് ഭയങ്കരമായിട്ട് ഡൗൺ ആയി എന്നുള്ളത്. ചാറ്റ് ജിപിടി ഉണ്ടല്ലോ, ചാറ്റ് ജിപിടി ഉണ്ട്, അപ്പൊ തന്നെ പെട്ടെന്ന് കിട്ടില്ലേ. അപ്പൊ ആ ഒരു പെയിൻ പോയിന്റ് ഇപ്പൊ വരുന്ന പുതിയ ഡെവലപ്പേഴ്സിന് ഇല്ല. അപ്പോൾ ഇനീഷ്യലി നിങ്ങൾ ആ ഒരു പെയിൻ എടുക്കുക, എന്നാലേ നമ്മളെ ക്വാളിറ്റി ഇമ്പ്രൂവ് ആവുള്ളൂ. കാരണം എല്ലാവരും പ്രതീക്ഷിക്കുന്ന സീനിയർ ഡെവലപ്പർ ആവുക, എങ്ങനെയെങ്കിലും ഹയർ പൊസിഷനിലേക്ക് പോകാന്നുള്ളതാണ്. അവിടെ നിങ്ങൾക്ക് എന്ത് വേണം, കോഡിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ നിങ്ങൾ അറിയണം. ചാറ്റ് ജിപിടി എന്നോ ആന്റി ഗ്രാവിറ്റി എന്നോ എടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും, അതിലൊരു ചേഞ്ച് വരുത്താൻ. ഇനീഷ്യലി ഒരിക്കലും യൂസ് ചെയ്യരുത് ഞാൻ പറയുള്ളൂ. ഭയങ്കര ലെവലാണ് ടപ്പ് ടപ്പ് എന്നൊരു സാധനം ഒന്നും നമ്മൾ അറിയണ്ട, ജസ്റ്റ് ആക്സെപ്റ്റ് കൊടുത്താൽ മതി. നമുക്ക് നമ്മുടെ ടെർമിനലിലെ കമാൻഡ് വരെ, ഇൻസ്റ്റാളേഷൻ വരെ ഇൻസ്റ്റാളേഷനും ഡീബഗിങ് എല്ലാം അവർ ചെയ്യും. അപ്പോൾ ഇനീഷ്യലി ഉള്ള ആൾക്ക് ശരിക്കും അപ്പോൾ ഒരു കോഡും നമ്മളവിടെ പഠിക്കുന്നില്ല. വേറൊരു പ്രാക്ടീസ് ഞാൻ പറയാം. നമുക്കിപ്പോൾ പഠിക്കണം എന്നുണ്ട്, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു എക്സ്പെർട്ട് ഡെവലപ്പറായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചാറ്റ് ജിപിടിയിലേക്ക് പോകാം. അതായത് നമ്മൾ പഠിക്കാനുണ്ട്, ഞങ്ങൾക്കൊരു ഇത് തരിക, നോട്ടീസ് തരിക, സോറി ലേണിംഗ് പാത്ത് തരണം എന്ന് പറയാം. അപ്പൊ അത് കുറെ ടോപ്പിക്സ് തരും. അങ്ങനെ നമുക്ക് പഠിക്കാൻ വേണ്ടി ചാറ്റ് ജിപിടിനെ യൂസ് ചെയ്ത് പഠിക്കാം. പിന്നെ നമ്മൾ എററും വേണമെങ്കിൽ അതിൽ ചോദിക്കാം. അപ്പൊ എറർ, പക്ഷെ എറർ അത് ഫിക്സ് ചെയ്യാൻ ഒരു കോഡ് തരികയാണെങ്കിൽ ആ കോഡ് വായിച്ചു നോക്കി അത് മനസ്സിലാക്കിയിട്ട് നമ്മളിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുള്ളൂ. നേരെ കോപ്പി പേസ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ കോൺഫ്ലിക്റ്റ് വരും, പണി പാടും. കാര്യം അത് വേറെ രീതിയിലാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. നമ്മളെ ഇതുവരെയുള്ള ആപ്ലിക്കേഷന്റെ സ്ട്രക്ചറിലായിരിക്കില്ല ആ ഒരു ചെറിയൊരു പോർഷൻ ചാറ്റ് ജിപിടി വന്നിട്ടുണ്ടാവുക. അത് ഇതിലേക്ക് സിങ്ക് ആവില്ല. അത് പസിലാണ്. ഈ പസിൽ ചെറിയൊരു പോർഷൻ നമ്മൾ ചാറ്റ് ജിപിടി നടക്കുന്നത് സംഭവിക്കും, ഇത് ഇതിലേക്ക് സൂട്ട് ആവാൻ പോകുന്നില്ല. അപ്പോൾ നമുക്ക് ചലഞ്ചിന്റെ ബാക്കി ഡീറ്റെയിൽസ് എന്താണ് നമ്മൾ ബിൽഡ് ചെയ്യാൻ പോകുന്നത്? ഒരു ക്രെഡ് ആപ്ലിക്കേഷൻ, ഒരു ലൈബ്രറി മാനേജ്മെന്റ് സിസ്റ്റം ആണ് നമ്മൾ ബിൽഡ് ചെയ്യാൻ പോകുന്നത്. ലൈബ്രറി മാനേജ്മെന്റ് സിസ്റ്റം, ബുക്സ് ആണ്. അതായത് നമുക്ക് അവിടെ ബുക്സ് ആഡ് ചെയ്യാം. അപ്പം അതുപോലെ തന്നെ ബുക്സിന്റെ ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യാം. അതുപോലെ അത് ഇപ്പം എന്താ പറയാ, അതിനെ ഡിലീറ്റ് ചെയ്യാം. അതുപോലെ ഒരു അഡ്മിൻ ഉണ്ടാവും. ഇപ്പൊ ഒരു ലൈബ്രറിയിലാണ് ഒരു ലൈബ്രറി ഉണ്ടാവും. ആ ലൈബ്രറിനെ നമ്മൾ അഡ്മിൻ ആക്കി വെക്കും. അപ്പൊ അഡ്മിനാണ് ഈ ബുക്ക് ആഡ് ചെയ്യുന്നതും അതിന്റെ സ്റ്റോക്കിന്റെ കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കും. കൺട്രോൾ അഡ്മിൻ ആയിരിക്കും. യൂസർ എന്നുള്ള ആൾക്ക് ആ ലൈബ്രറി തുറന്നിട്ട് അവിടെ ഏതൊക്കെ പുസ്തകമുണ്ട് അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാനും ചെയ്യാനും പറ്റും. അത് അങ്ങനെയാണ്. അപ്പൊ നമ്മള് ബേസിക് വെബിന്റെ കാര്യവും പിന്നെ നമ്മളൊരു റിക്വസ്റ്റ് റെസ്പോൺസിന്റെ ഒരു ലൈഫ് സൈക്കിളും അതും എങ്ങനെ എഴുതുന്നത് നമ്മുടെ ടൂൾസ് ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഇതിന്റെ പ്ലാനിങ് ആണ് ചെയ്യുക. അതായത് നമുക്കിപ്പം ഒരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുന്നതിന്റെ മുന്നേ കോഡിങ് ആക്ച്വലി സംഭവം സിമ്പിളാണ്. വലിയ ഇന്ന് ടൂൾസും നെറ്റും ഒക്കെ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ കോഡിങ് എളുപ്പമാണ്. അതിന്റെ മുന്നേ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കറക്റ്റ് ഒരു പ്ലാനിങ് വേണം. എന്താണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിനെ കുറിച്ച് നമുക്കൊരു ക്ലാരിറ്റി വേണം. അതിന് നമ്മൾ ആദ്യം ഒരു ഡിസൈൻ പ്രോസസ്സ് ഉണ്ട്. ഇതിന് ആപ്ലിക്കേഷൻ ഡിസൈൻ, ഒരു ആപ്ലിക്കേഷൻ ചെയ്യണമെങ്കിൽ ആ ആപ്ലിക്കേഷൻ ഒരു ഡിസൈൻ ഉണ്ട്. അതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് വേണം, ഡാറ്റാബേസ് എന്തൊക്കെ വേണം, അതിന് എവിടെയൊക്കെ ലോജിക്ക് എന്തൊക്കെ വേണം, അങ്ങനെയുള്ളൊരു ഡിസൈൻ നമ്മൾ തയ്യാറാക്കും. അത് നമ്മൾ കോഡ് എഴുതിയിട്ടല്ല, അല്ലാതെ തന്നെ ഒരു പേപ്പറിലോ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ അവർ ചെയ്യണം. അത് നമ്മൾ ചെയ്യും, ഇത് കാണിച്ചു കൊടുക്കാം. എന്നിട്ട് അതിന്റെ സ്ട്രക്ചർ എന്തായാലും സ്റ്റുഡൻസ് കാണിച്ചു കൊടുക്കാം. അതായത് നമ്മളൊരു ഡിസൈൻ എഴുതിയിട്ട് ആ ഡിസൈൻ ഇവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. എന്നിട്ട് ആ ഡിസൈൻ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, കോഡ് ചെയ്യുക. ഞാനൊക്കെ സ്റ്റാർട്ടിങ്ങിൽ ആദ്യം കോഡ് ചെയ്തിട്ടാണ് തുടങ്ങിയത്. അതിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഒരു പോയിന്റ് എത്തുമ്പോൾ നമ്മൾ സ്റ്റക്ക് ആവും. അതായത് ഇവിടെ ഈ ഫീച്ചർ വേണോ, അപ്പോഴത്തെ പറ്റുന്നില്ല, അപ്പോൾ വേറെ പോകും. അങ്ങനെ കുറച്ച് മിസ്റ്റേക്സ്. അപ്പോൾ നമ്മളൊരു പ്ലാൻ ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് പോകാൻ പറ്റും. ഡെവലപ്പ് ചെയ്ത് പോയിട്ട് ഒരു വെർഷൻ അങ്ങ് ഇറക്കാൻ പറ്റും. ശരിക്കും കമ്പനീസിൽ എങ്ങനെയാണ് ഇത് നടക്കുന്നത്? ഫസ്റ്റ് പ്ലാനിങ് ഒക്കെ ആരാ ചെയ്യുക? ഇത് ഈ ജോബ് റോൾസ് എങ്ങനെയാണ് വരുന്നത്? എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, കമ്പനീസിന്റെ ജോബ് റോൾസ്, അതായത് പ്രൊജക്ട് മാനേജർ, ദെൻ ഡെവലപ്പേഴ്സ്, ഇതെങ്ങനെ ഇതിന്റെ ഹയറാർക്കി? അത് വരുന്നത് വെച്ചാൽ ആദ്യം അവര് ഒരു പ്രൊജക്ട് മാനേജർ ഉണ്ടാവും. അവര് അവർക്ക് എന്താണ് ഓൾറെഡി പുതിയ കമ്പനീസിൽ വെബ്സൈറ്റ് ബിൽഡ് ചെയ്ത കമ്പനീസ് ആണെങ്കിൽ പുതിയതായിട്ട് ബിൽഡ് ചെയ്യണമെങ്കിൽ അവർ ഫുൾ ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. നേരെ മറിച്ച് ഒരു ഫീച്ചർ ആയിട്ട് ഇപ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാം എടുക്കുക, ചെറിയ കമ്പനി ആയിരിക്കും, ഇപ്പോൾ വലുതാണ്, ചെറിയൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അവർക്കൊരു എക്സ്ട്രാ ഇപ്പോൾ സ്റ്റോറി ഫീച്ചർ ഇല്ലാത്തൊരു ഇൻസ്റ്റാഗ്രാം ആദ്യം ഫോട്ടോ ഷെയറിങ് മാത്രമായിരുന്നു. അപ്പോൾ സ്റ്റോറി ഫീച്ചർ ആഡ് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരതിന് ആ ഒരു മെയിൻ ബ്രാഞ്ച് അവിടെ റൺ ചെയ്യുന്നുണ്ടാവും. അതിൽ നിന്നിപ്പോൾ നമ്മൾ വെർഷൻ കൺട്രോൾ സിസ്റ്റംസ് ഒക്കെ ഇല്ലേ, ഗിറ്റ് പോലെ, അപ്പോൾ അതുപോലെ ഒരു സെപ്പറേറ്റ് വേറെ എന്താ പറയുക അതിൻ്റെ അതവിടെ വെച്ചുകൊണ്ട് ഒരു സെപ്പറേറ്റ് ബ്രാഞ്ച് ഉണ്ടാക്കും. ആ ബ്രാഞ്ചിൽ അതിലേക്ക് വർക്ക് ചെയ്യും. എന്നിട്ട് അതിനെ ടീമിന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കും. ഇതുപോലെ തന്നെ നമ്മൾ ഇവിടെ എന്തൊക്കെ വേണം, ആ എന്താ പറയുക ഒരു ഫീച്ചർ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ഉണ്ടോ അതൊക്കെ
ചെയ്തിട്ട് വലിയ കമ്പനി ആകുമ്പോൾ കുറേ ആളുകളുണ്ടാകുമ്പോൾ അതൊക്കെ ഓരോരുത്തർക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കും. അവിടെ അതിൻ്റെ കോർഡിനേറ്റർ അവർക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് അവരത് ഡെവലപ്പ് ചെയ്തിട്ട് ഇതിലോട്ട് മെർജ് ചെയ്യാണ് ചെയ്യുക. മെയിൻ പ്രൊജക്റ്റിലോട്ട് മെർജ്, ആ ഒരു വെരിഫിക്കേഷനും ടെസ്റ്റിങ്ങും ഉണ്ടാവും. അതായത് ഇപ്പോൾ കമ്പനീസിൽ നമ്മൾ ഒരു സോഫ്റ്റ്വെയർ ടെസ്റ്റർ എന്ന് പറഞ്ഞൊരു പൊസിഷൻ ഉണ്ട്. സോഫ്റ്റ്വെയർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ? ഇവർ പ്രോപ്പറായിട്ട് നമ്മൾ സാധനം ഡെവലപ്പ് ചെയ്തിട്ട് പ്രൊഡക്ഷനിലേക്ക് ഇറങ്ങുന്നതിൻ്റെ മുന്നേ ഇതൊന്ന് ടെസ്റ്റ് ചെയ്യും. കാരണം അത് കോൺഫ്ലിക്റ്റ് അടിക്കാൻ പാടില്ല. കോൺഫ്ലിക്റ്റ് അടിച്ചു കഴിഞ്ഞാൽ പ്രൊഡക്ഷനിൽ ഭയങ്കര ലോസ് ഉണ്ടാവും. അപ്പോൾ ആ ടെസ്റ്റേഴ്സിൻ്റെ ആ ടെസ്റ്റിംഗ് കൂടി കഴിഞ്ഞിട്ടാണ് ഇത് പുറത്തേക്ക്, അതായത് യൂസേഴ്സിലേക്ക് വരുന്നത്. യൂസേഴ്സിനെടുത്ത്. അപ്പോൾ പ്ലാനിങ് ആണ് ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് സ്റ്റേജ് എന്നാണ് സാറ് പറഞ്ഞു വരുന്നത്. കാരണം ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ആ പ്ലാനിൽ സ്റ്റിക്ക് ഓൺ ആയിട്ട് ആപ്ലിക്കേഷൻ കംപ്ലീറ്റ്ലി ബിൽഡ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ചില ആപ്ലിക്കേഷൻ ഞാൻ പൊതുവേ കണ്ടുവരുന്നത്, എൻ്റെ കമ്പനികളൊക്കെ കണ്ടുവരുന്നത് വെച്ചാൽ ഇടയിലിടയിൽ ഫീച്ചേഴ്സ് കയറി വരും. അപ്പോൾ ഈ പ്ലാനിങ് ആകെ പൊട്ടും. എന്താ വെച്ചാൽ ഈ പ്ലാനിങ് ഇല്ലാണ്ട് വർക്ക് ചെയ്യുന്നതിനുള്ള മെയിൻ പ്രശ്നം വേറൊന്നാണ് ഈ ഫീച്ചേഴ്സ് വരുന്നത്. ഇടയിലിടയിൽ ഫീച്ചേഴ്സ് വരുമ്പോൾ എന്താവും, ഇതിങ്ങനെ വളർന്നു പോകും. നമുക്ക് കറക്റ്റ് ഒരു പ്രൊഡക്ഷൻ, ഒരു MVP പുറത്തെടുക്കാൻ പറ്റില്ല. അത് റിക്വയർഡ് ടൈമിനുള്ളിൽ പുറത്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളെ ഈ 5 hours ചാലഞ്ചിലുള്ള ആപ്ലിക്കേഷൻ്റെ പ്ലാനിങ് ആയിരിക്കും നമ്മൾ ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാം അല്ലേ. ആദ്യം ഇൻട്രൊഡക്ഷനും നമ്മുടെ ടൂൾസൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്ലാനിങ്ങിലോട്ട് കിടക്കും. പ്ലാനിങ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോഡിങ്ങിലേക്ക് കിടക്കാം. കോഡിങ്ങിലേക്ക് പോകാം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെർഷൻ കൺട്രോൾ സിസ്റ്റംസ് ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ ഗിറ്റും ഗിറ്റബും നമ്മൾ ഇതിൻ്റെ കൂടെ ഇൻ്റഗ്രേറ്റ് പോകുന്നുണ്ട്. നമ്മൾ ആദ്യം ഒരു ജസ്റ്റ് ഗിറ്റ് എന്ന് പറഞ്ഞൊരു ടൂളും ഉണ്ട്. അത് നമ്മൾ ലോക്കൽ മെഷീന് വേണ്ടിയിട്ട്, അതിന് നമ്മുടെ ആ കോഡുകൾ സെർവറിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഗിറ്റ് ഉണ്ട്. ഗിറ്റും ഗിറ്റ് ഹബും ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വേറെ ടൂൾസ് ഉണ്ട്, പക്ഷെ പോപ്പുലർ ആയിട്ടുള്ളത് ഇതാണ്. അത് ഓപ്പൺ സോഴ്സും ആണ്, ഫ്രീ ആണ്. ആർക്കും ഗിറ്റും ഗിറ്റബിലൊക്കെ നമ്മൾ ഈ 5 hours ചാലഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ എന്തുണ്ട്, ഗിറ്റും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാക്കേജ് ആണ് ഈ ഒരു 5 hours എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് പാക്കേജ് ആണ്. നമ്മൾ ബാക്ക് എൻഡ് പഠിക്കുന്നുണ്ട്, നമ്മൾ ഫ്രണ്ട് എൻഡ് ഉണ്ട്, അതുപോലെ തന്നെ പോസ്റ്റ്ഗ്രേ ഉണ്ട്, ഡാറ്റാബേസ് പഠിക്കുന്നുണ്ട്, പിന്നെ എന്തുണ്ട്, വേർഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഗിറ്റും ഉണ്ട്. ഈ ഒരു 5 hours നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പ്ലേസ്മെന്റ് സപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് ബുദ്ധിമുട്ടില്ല. ഉറപ്പായിട്ടും നിങ്ങൾ ഒരു എന്തായാലും ഒരു ഇന്റേണൽ ലെവലിൽ നമ്മൾ പ്ലേസ് ആയിരിക്കും അല്ലേ. അവർ ബിൽഡ് ചെയ്യണം. നിങ്ങൾ അതായത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം എന്താണ് നിങ്ങൾ ചെയ്തതാണ്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ ബിൽഡ് ചെയ്തെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേറെ വേറെ ടൂൾസ് വെച്ച് ബിൽഡ് ചെയ്യാം. അങ്ങനെ ബിൽഡ് ചെയ്താണെങ്കിൽ പോലും ആ ബിൽഡ് ചെയ്ത ഓരോ ലൈനും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസെപ്റ്റ് അറിയാം. ദാറ്റ്സ് ഓൾ. അപ്പോൾ നമുക്ക് നമ്മൾ എന്ത് ചെയ്യാം, ഫസ്റ്റ് സ്റ്റേജ് അല്ലേ, പ്ലാനിങ്ങിലേക്ക് പോകാം. പ്ലാനിങ് അല്ലേ, നമുക്ക് വെബ്സൈറ്റ് ബേസിക് കൺസെപ്റ്റ് അത് പറഞ്ഞിട്ട് പ്ലാനിങ്ങിലോട്ട് പോകാം. അല്ല, അത് പറഞ്ഞിട്ട് നമ്മൾ ടൂൾസും കൂടി പരിചയപ്പെടുത്തിയിട്ട് നേരെ പ്ലാനിങ്ങിലോട്ട് പോകും. ഫസ്റ്റ് സ്റ്റേജ് എന്തായിരുന്നു, ഒന്നുകൂടി പറയാം. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വെബിൻ്റെ ഒരു ബേസിക്സ് പറയും. വെബിൻ്റെ ബേസിക്സും ടൂൾസും. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെബിൻ്റെ ബേസിക്സും അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെ ടൂൾസ് ആണ് ഈ ഒരു 5 hours ചാലഞ്ചിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ സാധനം. അപ്പോൾ എന്ത് ചെയ്യാം, സാറ് സ്ക്രീനിലേക്ക് പോകും. പ്ലസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡീപ്പായിട്ടിരുന്ന് കാണാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ വരികയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, നമ്മൾ ഡിസ്കോഡ് കമ്മ്യൂണിറ്റിയിൽ ഡൗട്ട് അറിയിക്കുക. ടീം അവിടെ ഫുള്ളായിട്ട് റെഡിയായി നിൽക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. നിങ്ങളുടെ ഡൗട്ടൊക്കെ അപ്പം ക്ലിയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ സാർ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത് വെബ് അല്ലേ. വെബ് അതായത് എന്താണ് വെബ്? വെബ് എന്ന് പറയുമ്പം നമ്മളൊരു ഇൻ്റർനെറ്റിൻ്റെ ഒരു യുഗമാണല്ലോ ഇപ്പോൾ. അപ്പോൾ അവിടെ വെബ്സൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒഴിച്ചുവിടാനാകാത്തൊരു സാധനമാണ്. ഉറപ്പായിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ എന്ത് എടുത്താലും എല്ലാം വെബ് ബേസ്ഡ് ആണ്. ഇന്നത്തെ കാലത്ത് എല്ലാവരും വെബ് ആപ്പിലോട്ട് സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അല്ലേ. അപ്പോൾ നമ്മളിപ്പം മൈക്രോസോഫ്റ്റ്, ഇപ്പോൾ ഞാനിപ്പോൾ ഇതിൽ മൈക്രോസോഫ്റ്റിൻ്റെ ഓഫീസൊന്നും ഇല്ല, എല്ലാം ഗൂഗിൾ ഷീറ്റിലാണ് ചെയ്യുന്നത്. അതൊരു വെബ് ആപ്പാണ്. അപ്പോൾ നമുക്ക് വെബിൻ്റെ ഒരു അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്നതും ഒരു വെബിൻ്റെ ബേസിക്കാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഈ വെബ് എന്ന് പറയുമ്പോൾ ഒരു കമ്പ്യൂട്ടർ തന്നെയാണ്. വേറൊരു സ്ഥലത്തിരിക്കുന്ന ഒരു കമ്പ്യൂട്ടർ, അവിടേക്ക് നമുക്കൊരു കണക്ഷൻ എടുക്കുക. എന്നിട്ട് ആ കമ്പ്യൂട്ടറിലുള്ള ഡാറ്റനെ നമ്മൾ എടുക്കുക, അവിടേക്ക് ഡാറ്റനെ കൊടുക്കുക, അതിനെ പ്രോസസ്സ് ചെയ്യുക, അതിന് അവിടെയുള്ള ലോജിക്കുകളെ വെച്ചിട്ട് അതിന് AI കാര്യങ്ങളൊക്കെ ചെയ്യുക, എന്നിട്ട് ഔട്ട് എടുക്കുക. അപ്പോൾ ഇതാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് പോകുന്നത്. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് തുടങ്ങാം. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ഫേസ്ബുക്ക് എടുക്കാം. ഫേസ്ബുക്കിൽ നമ്മളിപ്പം നമുക്കൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ എന്താ ചെയ്യുക, നമ്മൾ ആദ്യം നമ്മൾ URL പോയിട്ട് ഫേസ്ബുക്കിൽ നിന്ന് സെർച്ച് ചെയ്യും. അപ്പം ഈ ലോഡ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു URL നമ്മുടെ ബ്രൗസർ അതിന് ഒരു റിക്വസ്റ്റ് ആയിട്ട് ഇൻ്റർനെറ്റിൽ ഇതിന് ആക്സസ് ഉള്ള നെറ്റ്വർക്കിലോട്ട് സെൻഡ് ചെയ്യും. അപ്പോൾ അത് നേരെ പോയൊരു സെർവർ, DNS സെർവറിലേക്കാണ് പോവാം, അത് ഡൊമൈൻ നെയിം സെർവർ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ അയക്കുന്ന ഈ കീവേഡ് ഒരു IP ആയിട്ട് മാപ്പ് ചെയ്തിട്ടുണ്ടോ, ഒരു IP അഡ്രസ്സ്. അപ്പോൾ ആ IP അഡ്രസ്സായിട്ട് മാപ്പ് ചെയ്തിട്ട് ആ IP അഡ്രസ്സ് ഒരു സെർവറിന് യുണീക്ക് ആയിരിക്കും. ആ സെർവറിലോട്ട് പോകും.
ആ സെർവറിലോട്ട് നമ്മൾ റിക്വസ്റ്റ് എന്താ ഫേസ്ബുക്കിൽ നിന്നല്ലേ പോയെ. അപ്പോൾ അതിന് ആ റിക്വസ്റ്റ് വരുമ്പോൾ ആ സെർവർ അത് അനലൈസ് ചെയ്യും. എന്നിട്ട് ആ റിക്വസ്റ്റ് വന്ന് എന്താണ് ആ റിക്വസ്റ്റ് എന്നുള്ളത് സെർവർ ഒന്ന് അനലൈസ് ചെയ്തിട്ട് ഡൊമൈൻ നെയിം സെർവർ അവിടേക്കാണ് നമ്മൾ പോവാം. അപ്പോൾ ഇത് IP മാച്ച് ചെയ്തിട്ട് നേരെ IP അഡ്രസ്സിലോട്ട് പോകും. ആ IP അഡ്രസ്സിന് ഒരു സിസ്റ്റത്തിൽ എല്ലാ സിസ്റ്റത്തിനും IP ഉണ്ട്. അതുപോലെ നമ്മൾ ഈ സെർവറിലുള്ള സിസ്റ്റംസ് ഉണ്ടാവില്ലേ, അതിനൊരു IP ഉണ്ട്, അതിലേക്ക് പോകും. എന്നിട്ട് അതിന് എന്താണോ റിക്വസ്റ്റ് എന്ന് അനലൈസ് ചെയ്തിട്ട് അതിനുള്ള ബാക്കെൻഡ് നമ്മളവിടെ എഴുതിയിട്ടുണ്ടാവും. ആ ഒരു ബിസിനസ് ലോജിക്കിലൂടെ അത് കടന്നു പോയിട്ട് ഒരു റെസ്പോൺസ് നമുക്ക് തിരിച്ചു തരും. അപ്പോഴാണ് ആ തിരിച്ചു തരുമ്പോഴാണ് നമുക്ക് ഇതിലേക്ക് ഇവിടെ ഫേസ്ബുക്ക് തുറന്ന ഒരു ലിങ്ക് ഇവിടെ വന്നു. അതായത് ഇതൊരു സെർവറുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് സാർ ഇപ്പോൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്. നമ്മളിപ്പോൾ ഒരു ബ്രൗസറിൽ കയറിയിട്ട് ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഈ ഒരു കീവേഡ് എന്ത് ചെയ്യും, നമ്മളെ ഡൊമൈൻ നെയിം എന്ന് പറഞ്ഞ സെർവറിലേക്ക് പോകും. ഡൊമൈൻ നെയിം സിസ്റ്റം എന്നാണ്, DNS സിസ്റ്റം എന്ന് അതിന് പറയാം. അവിടെ വന്നിട്ട് എന്ത് ചെയ്യും, ഇത് ചെക്ക് ചെയ്യും എന്താണ് യൂസർ അടിച്ചത്, ഫേസ്ബുക്കിൽ നിന്നാണോ ഇൻസ്റ്റാഗ്രാം ആണോ അല്ലെ വാട്സപ്പ് ആണോ എന്താണ് അടിച്ചത്. അപ്പോൾ ഇതിന് അനുസരിച്ച സെർവറിലേക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യും, അതിനെ വഴിതിരിച്ചു വിടും. ഇതാണ് സാർ ഇപ്പോൾ ടെക്നിക്കലി പറഞ്ഞാണ്, ഞാൻ അത് സിംപ്ലിഫൈഡ് ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇതിന്റെ കറക്റ്റ് പാത്ത് കുറേ പറയാനുണ്ട്. അതായത് IP അഡ്രസ് പറയാനുണ്ട്, കുറേ പറയാനുണ്ട്. IPv4 V6 എന്നൊക്കെ കുറേ ഉണ്ട്, HTTP എന്നൊക്കെ പറയാം, ഒരുപാട് ടെക്നിക്കൽ. ബേസിക്കലി ഒരു കാര്യം എന്ന് വെച്ചാൽ പല കമ്പനീസിൽ വർക്ക് ചെയ്യുന്നവർക്ക് പോലും ഇത് അറിയില്ല എന്നുള്ളതാണ്. അതായത് അവര് എന്താണ് ക്ലൗഡ്, എന്താണ് ഇന്റർനെറ്റ് എന്ന് നോക്കുമ്പോൾ അവർ കറക്റ്റ് ആയിട്ട് ഒരു ഐഡിയ ഉണ്ടാവില്ല. അവർക്ക് കോഡ് ചെയ്യാൻ അറിയാം, ചെയ്യാൻ അറിയാന്നുള്ളൂ. ഇതൊക്കെ ബേസിക് നോളജ് ആണ്. ഇതൊക്കെ ഒരു ബേസിക് നോളജ്. അതായത് നമുക്ക് ലൈക്ക് ഇപ്പോൾ നമുക്ക് ഡാറ്റ എവിടുന്നാണ് വരുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇന്റർനെറ്റ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ആളുകൾ അതൊരു ക്ലൗഡ് എന്നൊക്കെ പറയുമ്പോൾ ഇന്റർനെറ്റ് എന്താണെന്ന് വെച്ചാൽ എന്തോ ആകാശത്തിൽ മേഘം എന്നുള്ള കോൺസെപ്റ്റ്. അങ്ങനെയല്ല, ഇതെല്ലാം ഒരു അതായത് പരസ്പരം കണക്റ്റഡ് ആയ ഒരു കമ്പ്യൂട്ടേഴ്സ്. അതാണ് ഒരു എല്ലാ കമ്പ്യൂട്ടേഴ്സിനെയും നെറ്റ് കണക്ട് ചെയ്യുന്ന ഒരു നെറ്റ് ഒരു വെബാണ്, ഒരു നമ്മളെ ചിലന്തി വലയില്ല, ആ ഒരു കോൺസെപ്റ്റ് ആണ്. ഓരോ എൻഡിൽ ഓരോ സിസ്റ്റം ഉണ്ടെന്ന് വിചാരിക്കുക. ഇതാണ് ഇന്റർനെറ്റ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഈ സെർവർ എന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടി കോമ്പാക്ട് ആയിട്ടുള്ളത്, സൈസ് കോമ്പാക്ട് ചെയ്തത്, ഡിസ്പ്ലേ ഉണ്ടാവില്ല, കീബോർഡ് മൗസ് ഒന്നും ഉണ്ടാവില്ല, ജസ്റ്റ് ഡാറ്റ സൂക്ഷിക്കാൻ വേണ്ടി മാത്രം ചെയ്യാനുള്ളതും മെമ്മറിയും ചെറിയൊരു എലമെന്റ്സ് കുറെ വെച്ചിട്ടുണ്ടാവും. അത് കൺട്രോൾ ചെയ്യുന്നത് വേറെ അതിൽ ഓരോ IP വെച്ചിട്ടായിരിക്കും അതിനെ കോൺഫിഗർ ചെയ്യുക. എന്നിട്ട് അങ്ങനെയാണ് കൺട്രോൾ ചെയ്യുക. പിന്നെ നമ്മളെടുത്ത് യൂസർ സൈഡ് വരുമ്പോൾ നമുക്ക് എല്ലാം ഉള്ള ഒരു കമ്പ്യൂട്ടർ വരും. അപ്പോൾ ഈ രണ്ട് സാധനത്തിനെയും കണക്ട് ചെയ്യുമ്പോഴാണ് ഇന്റർനെറ്റ് ആവുന്നത്. അപ്പോൾ സിമ്പിൾ, ഞാൻ ഒന്നും കൂടി പറയാണ്, ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്താണ്. സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. നമ്മളൊരു ബ്രൗസറിൽ കയറിയിട്ട് ഫേസ്ബുക്കെന്നോ വാട്സപ്പെന്നോ സെർച്ച് ചെയ്യുമ്പോൾ ഇതെന്ത് ചെയ്യുന്നു, ഡയറക്റ്റ് ഒരു DNSലേക്ക് പോകുന്നു. എന്നിട്ട് ഈ കീവേഡിന് മാച്ച് ആയ സെർവറിലേക്ക് അത് റീഡയറക്റ്റ് ചെയ്ത് വിടുന്നു. ദാറ്റ്സ് ഓൾ. അപ്പോൾ അവിടുന്ന് തിരിച്ചൊരു റെസ്പോൺസ് വരും. അതിൻ്റെ വെബ് പേജ് നമ്മുടെ പേജിലേക്ക് ഡിസ്പ്ലേ ആയി കിട്ടും. ഇങ്ങനെ നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് സാർ, ഇപ്പോൾ ഫേസ്ബുക്ക് എന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടല്ലോ, ഫേസ്ബുക്കിന്റെ ഫസ്റ്റ് പേജ് വന്നിട്ടുണ്ട്. നമ്മൾ റിക്വസ്റ്റ് അത് സെലക്ട് ചെയ്യുമ്പോൾ വീണ്ടും അത് പോകും. അപ്പോൾ നേരത്തെ നമ്മൾ ഒരു URL ആണ് നമുക്ക് തന്നെങ്കിൽ മീൻസ് ഒരു ലിസ്റ്റാണ്. അപ്പോൾ അത് സെർച്ച് എഞ്ചിന്റെ പണിയാണ്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഫേസ്ബുക്കിൽ സെലക്ട് ചെയ്തപ്പോൾ അതിന്റെ ഫേസ്ബുക്കിന്റെ ലോഗിൻ പേജിലേക്ക് കയറി തന്നത്. അപ്പോൾ നമ്മൾ ചില കമ്പനീസിന്റെ വെബ്സൈറ്റ് സെർച്ച് ചെയ്യുന്നത്, അങ്ങനെയാണെങ്കിൽ അതിന്റെ ലോഗിൻ പേജ് ആയിരിക്കില്ല, അത് ഡിസൈൻ ചെയ്യുന്ന പോലെ ഇരിക്കും. ഒരു കമ്പനി ആണെങ്കിൽ അവർക്ക് ഇപ്പോൾ ഇതൊരു സോഷ്യൽ മീഡിയ ആയതുകൊണ്ടാണ് ലോഗിൻ പേജ് ആദ്യം. കമ്പനി ആണെങ്കിൽ അവർക്ക് അവരുടെ കാര്യങ്ങൾ ഷോ ചെയ്യും. കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വെച്ചാൽ നമ്മളിപ്പോൾ മോഹൻലാൽ എന്ന് സെർച്ച് ചെയ്യുന്നു. അപ്പോൾ മോഹൻലാൽ ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടാവും, മോഹൻലാലിന് ഒരുപാട് അവാർഡ്സ് കിട്ടിയിട്ടുണ്ടാവും. എല്ലാം എന്ത് ചെയ്യും, ഫസ്റ്റ് തന്നെ ഇത് ഡൊമൈനിലേക്ക് പോകുന്നു. അപ്പോൾ അവിടെ നിന്ന് ചെക്ക് ചെയ്യുന്നു മോഹൻലാൽ. അപ്പോൾ എന്ത് സംഭവിക്കുന്നു, മോഹൻലാലുമായിട്ട് റിലേറ്റഡ് ആയ കംപ്ലീറ്റ് സാധനങ്ങൾ. വേറെ സാധനം കൂടി ഉണ്ട്, സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്ന സംഭവം. നമുക്കിപ്പം ഡയറക്റ്റ് ഒരു വെബ്സൈറ്റിലോട്ടല്ല ചെയ്യുന്നത്. ഈ സെർച്ച് എഞ്ചിൻ ഇതിനെ ഒന്ന് ഒപ്റ്റിമൈസ് ചെയ്തിട്ട് നമ്മൾ കറക്റ്റ്, കാരണം നമ്മൾ ഫേസ്ബുക്കിൽ നല്ല അടിച്ചുള്ളൂ, മോഹൻലാൽ നല്ല അടിച്ചുള്ളൂ, കറക്റ്റ് വെബ്സൈറ്റിന്റെ അഡ്രസ് അടിച്ചില്ലല്ലോ. അപ്പൊ അവിടെ സെർച്ച് എഞ്ചിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സെർച്ച് എഞ്ചിൻ ഇത് അനലൈസ് ചെയ്തിട്ട് അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള വെബ്സൈറ്റുകളുടെ ലിങ്കാണ് അവർ പ്രൊവൈഡ് ഷോ ചെയ്യുന്നത്. സെർച്ച് എഞ്ചിൻ എന്താണ്, ബ്രൗസർ എന്താണെന്നൊക്കെ പറയുന്ന ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. ആ ഒന്ന് വാച്ച് ചെയ്താൽ ആ ഒരു ഐഡിയ ക്ലിയർ ആയി കിട്ടും. ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഒരു വെബ് പേജിലേക്ക് കയറിയിട്ടുണ്ട്, facebook.com എന്നുള്ള ആ URL-ലേക്ക് കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുമ്പോൾ ഈ പാസ്വേഡ് വാലിഡേറ്റ് ചെയ്യും. അതിനൊക്കെ നമ്മൾ ബാക്ക് എൻഡിൽ കോഡുകൾ എഴുതണം. ഇപ്പോൾ ജാങ്കോയിൽ ഒക്കെ എന്ന് വെച്ചാൽ അതിനൊക്കെ കുറേ ഡിഫോൾട്ട് ആയിട്ടുള്ള സാധനങ്ങളുണ്ട് പാസ്വേഡിനൊക്കെ. നമ്മൾ കസ്റ്റം യൂസർ മോഡൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെതായ ഡിഫോൾട്ട് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ. അപ്പോൾ നമ്മുടെ കോഡിങ് അത്രയും കുറയും. അതുകൊണ്ടാണ് ഞാൻ ജാങ്കോ ചൂസ് ചെയ്തല്ലേ. അപ്പോൾ അങ്ങനെ പാസ്വേഡിന്റെ സെക്ഷനിൽ പാസ്വേഡ് ഒരിക്കലും റോ ആയിട്ടല്ല അവിടെ സേവ് ചെയ്യാം, ഹാഷ് ചെയ്തിട്ട് അങ്ങനെയായിരിക്കും സേവ് ചെയ്യാം. അങ്ങനെയാണ് ഇതിന്റെ ഒരു റിക്വസ്റ്റ് പോകുന്നതും തിരിച്ചു വരുന്നത്. അപ്പോൾ വെബ് എന്താണെന്ന് കറക്റ്റ് പിക്ചർ കിട്ടണം. അപ്പോൾ അത് ഏകദേശം ഒന്ന് ക്ലിയർ ആയിരിക്കുന്നു. പിന്നെ നമ്മൾ ഇതിന് കുറച്ച് സെക്ടർ ഉണ്ട്. അതായത്
ഒരു വെബ് എന്ന് പറയുമ്പോൾ അതിനൊരു ഫ്രണ്ട് എൻഡ് ഉണ്ടാവും, ഒരു ബാക്ക് എൻഡ് ഉണ്ടാവും, ഒരു ഡാറ്റാബേസ് ഉണ്ടാവും. ഈ 3 കാര്യങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ അത് വെച്ചാൽ ഈ ഫ്രണ്ട് എൻഡ് എന്ന് പറയുന്നത് എന്താണ് യൂസർ കാണുന്നത്, നമ്മുടെ ഈ ബ്രൗസറിൽ കാണുന്നത് എന്താണോ അതാണ് ഫ്രണ്ട് എൻഡ്. ബാക്ക് എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയാ, ഈ വെബ്സൈറ്റ് 2 തരത്തിലുണ്ട്. അതായത് സ്റ്റാറ്റിക്കും ഡൈനാമിക്കും. സ്റ്റാറ്റിക് എന്ന് പറയുന്നത് ഫ്രണ്ട് എൻഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ നമുക്ക് പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് ഒക്കെ ഉണ്ടാക്കൂലേ, നമ്മുടെ റെസ്യൂമെ ഒക്കെ പോലെ. അപ്പൊ അതിൽ ഡൈനാമിക് ഡാറ്റകളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഫേസ്ബുക്ക് എങ്ങനെയാ, അതിൽ നമുക്ക് ഒരുപാട് ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റും. പോസ്റ്റ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, അതിനൊക്കെ ഡൈനാമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം ഡൈനാമിക് ആക്ടിവിറ്റി ചെയ്യണമെങ്കിൽ നമുക്കൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അവിടെ ആവശ്യമുണ്ട്. നമുക്ക് ജസ്റ്റ് ഷോ ചെയ്യാനാണെങ്കിൽ HTML, CSS പോലത്തെ മാർക്കപ്പ് ലാംഗ്വേജും അതിൻ്റെ സ്റ്റൈലിങ്ങും വെച്ച് ചെയ്യാം. പക്ഷെ നമുക്ക് കുറേ ഓപ്പറേഷൻസും ഒരു ബാക്ക് എൻഡിൽ കുറേ സാധനങ്ങളൊക്കെ നടക്കുന്നില്ലേ, അത് നമുക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്, അതാണ് ബാക്ക് എൻഡിൽ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും ഉണ്ട്. പിന്നെ ഡാറ്റകളുണ്ടാവും അതിന്. ഈ ഡാറ്റകൾ സ്റ്റോർ ചെയ്യാനാണ് നമ്മൾ ഡാറ്റാബേസ് യൂസ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ പിക്ചേഴ്സ് സ്റ്റോർ ചെയ്യണം, യൂസർ നെയിമുകൾ, പാസ്വേഡുകൾ, ഇതൊക്കെ നമ്മളൊരു ഓർഡറായിട്ട് ടേബിൾ പോലെ ഒരു ഡാറ്റാബേസിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ട് ഈ ബാക്ക് എൻഡാണ് ഈ ഡാറ്റാബേസിനെയും ഫ്രണ്ട് എൻഡിനെയും തമ്മിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് ബാക്ക് എൻഡിൽ നിന്ന് ഡാറ്റ എടുക്കാനും ബാക്ക് എൻഡിലേക്ക് ഡാറ്റ പുഷ് ചെയ്യാനും അതുപോലെ തന്നെ ഫ്രണ്ട് എൻഡിലേക്ക് അത് എടുക്കാനും ഫ്രണ്ട് എൻഡ് യൂസറിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ബാക്ക് എൻഡിലേക്ക് എടുക്കാനും ഒക്കെ ചെയ്യുന്നത് ഈ ബാക്ക് എൻഡാണ്. ഒരു കോമ്പിനേഷൻ ആണ് സാർ ഇപ്പോൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തതെന്ന്. സിമ്പിളായിട്ട് സാർ ഇപ്പോൾ ടെക്നിക്കലി പറഞ്ഞു, ഞാനൊന്നും കൂടി സിമ്പിളാക്കി പറഞ്ഞുതരാം. സിമ്പിളാണ്. നമ്മൾ കാണുന്ന ഭാഗമുണ്ടല്ലേ, ഫേസ്ബുക്കിന് യൂസർ നെയിം അടിക്കാനും പാസ്വേഡ് അടിക്കാനും അതുപോലെ തന്നെ ലോഗിൻ ബട്ടൺ ഉണ്ട്. ഈ നമ്മൾ കാണുന്ന ഈ ഒരു ഭാഗത്തിനാണ് നമ്മൾ എന്താ ഫ്രണ്ട് എൻഡ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ യൂസർ നെയിം പാസ്വേഡ് അടിച്ച് ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്തു, അത് എൻ്റെ അക്കൗണ്ടിൽ തന്നെ ലോഗിൻ ആവണം. അവിടെ സാറിൻ്റെ അക്കൗണ്ടിലും അല്ലേ നിങ്ങൾ കാണുന്ന നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ആയിട്ട് കാര്യമില്ല, അത് എൻ്റെ അക്കൗണ്ടിൽ തന്നെ. അപ്പോൾ എന്തുണ്ട്, ഇതിൻ്റെ ബാക്ക് എൻഡിലൊരു പ്രവൃത്തി ഉണ്ടല്ലേ. ഇതിൻ്റെ ബാക്ക് എൻഡിൽ എൻ്റെ പാസ്വേഡും എൻ്റെ യൂസർ നെയിമും ക്രോസ് ചെക്ക് ചെയ്ത് പ്രോപ്പറായാൽ മാത്രമേ അത് എൻ്റെ അക്കൗണ്ടിലേക്ക് പോകും. അപ്പോൾ ഇവിടെ ക്രോസ് ചെക്ക് ചെയ്യാൻ നമുക്ക് എന്ത് വേണം, ഒരു ഡാറ്റാബേസ് വേണം അല്ലേ. ഇത് ക്രോസ് ചെക്ക് ചെയ്യാൻ എന്ത് വേണം, ഒരു ബാക്ക് എൻഡിൽ ഒരാളും വേണം. ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ, അതായത് ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും ഒരു കോമ്പിനേഷൻ, അതായത് ഇതിനെയാണ് നമ്മൾ എന്താ പറയുക ഒരു വെബ് ആപ്പ് എന്നല്ല, അല്ലെങ്കിൽ വെബ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതാണ് സാർ ഇപ്പോൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമ്മളിപ്പോൾ കാണുന്ന ഫേസ്ബുക്കിനാണ് ഇത്, ഈ കാണുന്ന ഈ ബ്ലൂ ഫേസ്ബുക്കും ഇതിൻ്റെ ടൈപ്പ് ചെയ്യുന്ന ഈ ഒരു പോർഷൻ നമ്മൾ ഫ്രണ്ട് എൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഫ്രണ്ട് എൻഡ് ബാക്ക് എൻഡ് ഡാറ്റാബേസ് ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇനി നമ്മളിത് ബിൽഡ് ചെയ്യുന്ന സമയത്ത് അവർക്ക് മനസ്സിലാവും കൂടുതലായിട്ട്, നമുക്ക് എന്താ ഡീപ്പായിട്ട് പോകുന്ന കറക്റ്റ് ഐഡിയ കിട്ടും. ഓക്കെ, അപ്പം ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ എന്തൊക്കെയാണ് ടൂൾസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എന്തൊക്കെ വെബ് ഫ്രണ്ട് എൻഡിൽ എന്ത് യൂസ് ചെയ്യും, ബാക്ക് എൻഡിൽ എന്ത് യൂസ് ചെയ്യും, അതുപോലെ തന്നെ ഡാറ്റാബേസ് ഏത് യൂസ് ചെയ്യും എന്നുള്ള കാര്യങ്ങളാണ്. ജസ്റ്റ് ഒരു ഐഡിയ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ ഫ്രണ്ട് എൻഡിൽ നമ്മൾ പ്യുവർ HTML CSS വെച്ചാണ് ആദ്യം ചെയ്യുന്നത്. HTML CSS മാത്രം. ഓക്കെ, നമ്മൾ പിന്നെ ലൈബ്രറീസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, ഫ്രെയിംവർക്കാണ് നമുക്ക് ജസ്റ്റ്, അതായത് ഈ HTML CSS എന്ന് പറയുന്നത് ഭയങ്കര ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു സാധനമാണ്. നമുക്ക് ഒരു ഡിസൈനിങ് പ്രോസസ്സാണ് ബേസിക്കലി. ഞാനൊക്കെ ഇപ്പോൾ ഒരു വെബ്സൈറ്റ് HTML CSS കോർ ഡിസൈൻ ചെയ്യുമ്പോൾ പല ആൾക്കാർക്ക് അതിൽ കയറാൻ പോലും തോന്നില്ല. കാരണം അത് നമുക്ക് ചില ഡെവലപ്പേഴ്സ് അങ്ങനെ അവർക്ക് ബാക്ക് എൻഡ് ആയിരിക്കും തോന്നുക, ചിലവർ ഫ്രണ്ട് എൻഡ് ആയിരിക്കും. ഞാനൊരു ബാക്ക് എൻഡ് ഓറിയന്റഡ് ആയിട്ടാണ് ഞാൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ എന്തായാലും നമുക്ക് ഫ്രണ്ട് എൻഡ് നമുക്ക് ജനറേറ്റ് ചെയ്യാം. ഫ്രണ്ട് എൻഡ് ഇപ്പം നമ്മളൊന്ന് ജനറേറ്റ് ചെയ്യാണ്. ജനറേറ്റ് എന്ന് പറഞ്ഞാൽ AI യൂസ് ചെയ്തിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് AI യൂസ് ചെയ്തിട്ട് ഫ്രണ്ട് എൻഡ് ക്രിയേറ്റ് ചെയ്യുന്ന നോക്കാം. ഫ്രണ്ട് എൻഡ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ടൂൾ എന്ന് പറഞ്ഞാൽ HTML CSS മാത്രമാണ്. അത് HTML എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് എൻഡ് സ്ട്രക്ചർ ബിൽഡ് ചെയ്യാനും CSS അതിനെ സ്റ്റൈൽ ചെയ്യാനും വേണ്ടിയിട്ടാണ്. HTML CSSന്റെ വീഡിയോ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അത് കണ്ടാൽ നിങ്ങൾക്ക് HTML എന്താ CSS എന്താണെന്നുള്ളൊരു കറക്റ്റ് ഐഡിയ കിട്ടും. അപ്പം നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്, നമ്മൾ ആദ്യം ബാക്ക് എൻഡ് ബിൽഡ് ചെയ്യും. ബാക്ക് എൻഡ് ബിൽഡ് ചെയ്യുമ്പോൾ നമ്മളൊരു HTML ഒരു ടെംപ്ലേറ്റ് ജാങ്കോ ഒരു ആർക്കിടെക്ചർ വെച്ചിട്ട് അതിൽ ടെംപ്ലേറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് അങ്ങനെയാണ് ബിൽഡ് ചെയ്യുക. അപ്പോൾ അതിൽ CSS ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ആദ്യം HTML വെറും സ്കെൽട്ടൺ മാത്രമുള്ളത് എടുത്തിട്ട് ആ സ്കെൽട്ടൺ ഒപ്റ്റിമൈസ് ആയിട്ടുള്ള CSS കോഡ് നമ്മൾ ജനറേറ്റ് ചെയ്യും. അങ്ങനെയാണ്, എന്നിട്ട് അത് ഇതുമായിട്ട് ലിങ്ക് ചെയ്യും. അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതാണ് ആ ഒരു കാര്യം. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ ജാങ്കോ ബാക്ക് എൻഡിലാണ് യൂസ് ചെയ്യുക. അപ്പോൾ പൈത്തൺ ഫുൾ സ്റ്റാക്ക് എന്ന് പറയുമ്പോഴും പൈത്തൺ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്, അത് ഫ്രണ്ട് എൻഡിൽ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ബാക്ക് എൻഡിലാണ് ഈ പൈത്തൺ യൂസ് ചെയ്യുന്നത്. ഫ്രണ്ട് എൻഡിൽ നമ്മൾ HTML CSS യൂസ് ചെയ്യും. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു അഡ്വാൻസ് ആയിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നത് റിയാക്ട് എന്ന് പറഞ്ഞൊരു ഫ്രെയിം വർക്ക് ഉണ്ട്. അത് ജാവാസ്ക്രിപ്റ്റ് പ്രോപ്പർ ആയിട്ട് അറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ട് എൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് റിയാക്ട്. അപ്പം അത് വെച്ചിട്ട് ഡീപ്പായിട്ട് പോകണം, ഐഡിയ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ആ കാര്യങ്ങൾ. പിന്നെ ഉള്ളത് നമ്മൾ ഡാറ്റാബേസ് ആണ്. ഡാറ്റാബേസ് എന്ന് പറയുമ്പോൾ നമുക്ക് 2 ടൈപ്പ് ഉണ്ട്, റിലേഷണൽ ആൻഡ് നോൺ റിലേഷണൽ. അതായത് ഇപ്പോൾ നമുക്കിപ്പം
ഒരു ഡാറ്റ ടേബിൾ പോലെയുള്ള ഒരു ഡാറ്റയാണ് SQL ടൈപ്പ്, അതായത് റിലേഷണൽ ടൈപ്പ്. എന്നാൽ കോഡ് പോലെ ഒരു ഡിക്ഷണറി ഒക്കെ പോലെ ഉള്ള ടൈപ്പ് ഓഫ് ഒരു ഹയറാർക്കി, ഒരു ട്രീ ഹയറാർക്കി പോലെയൊക്കെ ആണെങ്കിൽ അതാണ് നോൺ റിലേഷണൽ ഡാറ്റാബേസ്. എക്സാമ്പിൾ MongoDB ഒക്കെ പോലത്തെ. MongoDB ഉണ്ട്, Firebase ഉണ്ട്, അങ്ങനെ ഒരുപാട് ഉണ്ട് എക്സാമ്പിൾസ്. ഓക്കെ, അപ്പോൾ ഈ നമ്മൾ യൂസ് ചെയ്യുന്ന റിലേഷണൽ ഡാറ്റാബേസ് ആണ്. അതുപോലെ തന്നെ PostgreSQL ആണ് നമ്മൾ ചൂസ് ചെയ്തത്. അപ്പോൾ നമ്മൾ അതിന്റെ കാര്യങ്ങൾ SQLന്റെ കുറച്ച് ക്വയറീസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യും. നമ്മൾ ചെയ്യുമ്പോൾ ഓരോന്ന് ഡിസ്കസ് ചെയ്യാം. അങ്ങനെ ചെയ്യാം. പിന്നെ ജാങ്കോ യൂസ് ചെയ്യുമ്പോൾ ഈ ഡാറ്റാബേസ് ആയിട്ട് റീഡ് ചെയ്യാൻ അതിന് വേറൊരു മാപ്പിംഗ് സിസ്റ്റം ഉണ്ട്, ഒബ്ജക്ട് റിലേഷണൽ മാപ്പിംഗ്, ORM എന്ന് പറയും. അതായത് നമ്മൾ ജാങ്കോയുടെ ഒരു മോഡൽ എന്ന് പറഞ്ഞൊരു ഫയൽ ഉണ്ടാവും, അതിലാണ് നമ്മൾ ഡാറ്റാബേസ് റിലേറ്റഡ് ആയിട്ടുള്ള കോഡുകൾ എഴുതുക. അപ്പോൾ അവിടെ എന്താണ്, നമ്മളൊരു ക്ലാസ് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്താൽ അതിനനുസരിച്ചുള്ള ക്വയറി ജാങ്കോ തന്നെ ക്വയറി ഒന്നും നമ്മൾ ഈ PostgreSQL ഒരു ക്വയറി നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല, അത് ഒക്കെ ഈ ജാങ്കോ തന്നെ ഡീൽ ചെയ്തോളും. പക്ഷെ അത് അറിഞ്ഞിരിക്കണം, കാരണം ഒരു കമ്പനിയിലോട്ടൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് ഡാറ്റാബേസ് സെപ്പറേറ്റ് ഡീൽ ചെയ്യേണ്ട ആവശ്യങ്ങളൊക്കെ വരും. അപ്പൊ നമുക്ക് ഈ ഒരു ഡാറ്റാബേസ് നമുക്ക് ജാങ്കോ ആയിട്ട് കണക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി, ബാക്കി ജാങ്കോ ചെയ്തോളും. അപ്പോൾ നമുക്ക് ഈ ഡാറ്റാബേസ് നമ്മൾ ഈ സിസ്റ്റം അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ഈ കണക്ഷൻ മാറ്റി വെക്കും, എന്നിട്ട് ഡാറ്റാബേസ് ഒന്നും ചെയ്യാതെ നമ്മൾ ഇതിൽ അപ്ഡേറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഇതിനെ കണക്ട് ചെയ്യും, മാക്സിമം സിംപ്ലിഫൈഡ് ആയിട്ട് ചെയ്ത് കൊടുക്കും. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡാറ്റാബേസിന്റെ ബേസിക് ഓപ്പറേഷൻസ് അറിഞ്ഞിരിക്കണം. നമ്മൾ ഇതിൽ ചെയ്യുമ്പോൾ നമുക്ക് ORM വെച്ചിട്ട് നമ്മളിപ്പോൾ ചെയ്യുന്നേരം സിംപ്ലിഫൈഡ് ആയിട്ട് ORM വെച്ച് ചെയ്യുന്നേ ഉള്ളൂ. എന്തായാലും ക്വറീസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ക്വറീസ് വളരെ സിമ്പിൾ ആണ് പഠിക്കാൻ, സെലക്ട് സ്റ്റാർ ഫ്രം ടേബിൾ എന്നൊക്കെ പറഞ്ഞാൽ അതെന്തായാലും നമുക്ക് എന്തായാലും ഡീപ്പായിട്ട് പോകുന്നവരെ അതിനെ പറ്റി ചെയ്തു പോകുന്നവരെ എന്തായാലും കാണാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ എന്തായിരുന്നു ടൂൾസ് നമ്മളിപ്പോൾ ജാങ്കോ ആണ് മെയിൻ ബാക്ക് എൻഡ് എന്ന് പറഞ്ഞു, ഫ്രണ്ട് എൻഡ് HTML, പിന്നെ നമ്മൾ ഡാറ്റാബേസ് PostgreSQL. ഓക്കെ, ഇനി ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അങ്ങനെ ഒരു സാധനം ബിൽഡ് ചെയ്തു, ഇല്ല റൺ ചെയ്തു, അപ്പോൾ നമ്മൾ നമ്മുടെ സിസ്റ്റത്തിൽ റൺ ചെയ്തു, അതിപ്പോൾ വേറെ ആൾക്ക് കിട്ടും? ഇല്ല. അപ്പോൾ നമുക്കത് പബ്ലിക്കലി അവൈലബിൾ ആക്കണം. പബ്ലിക്കലി അവൈലബിൾ ആക്കുമ്പോൾ നമ്മൾ ഹോസ്റ്റിംഗ് എന്ന് പറയും. അപ്പോൾ ഇത് നമ്മുടെ ഒരു പോർട്ടലാണ് നമ്മളിത് റൺ ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു ക്ലൗഡ് സിസ്റ്റത്തിൽ എല്ലാവർക്കും ഇന്റർനെറ്റ് ആയിട്ട് ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ റൺ ചെയ്തിട്ട് നമ്മുടെ സിസ്റ്റം ഓൾവേസ് ഇന്റർനെറ്റ് ആയിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ കോൺഫിഗർ ചെയ്തിട്ട് ചെയ്യാം. പക്ഷെ അത് പഠിക്കാൻ പെട്ടെന്ന് ബുദ്ധിമുട്ടാണ്. അല്ല, അത് കുറച്ച് ഇമ്പോസിബിലിറ്റി ഉണ്ട് അതിൽ. നമുക്ക് എപ്പോഴും നമുക്ക് സിസ്റ്റത്തിൽ നെറ്റ് അവൈലബിൾ ആവില്ല, ചിലപ്പോൾ ഷട്ട് ഡൗൺ ആയി പോകും, അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ അതിന് പകരം ഈ ഇപ്പോൾ AWS, ആമസോൺ, ഡിജിറ്റൽ ഓഷൻ പോലെ ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ട്. അവര് നമുക്ക് എന്താ ചെയ്യുന്ന വെച്ചാൽ അവരുടെ സിസ്റ്റം അവര് മെയിൻറ്റെയിൻ ചെയ്തോളും. നമ്മളൊരു ഇൻസ്റ്റൻസ് പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ അതിലേക്ക് നമ്മുടെ കോഡ് അങ്ങിട്ടിട്ട് റൺ ചെയ്ത് സെറ്റപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നേരെ അത് അവർ നോക്കിക്കോളും. പക്ഷെ നമ്മൾ AWS അല്ല യൂസ് ചെയ്യുന്നത്, നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഗിറ്റ് അല്ലേ? അല്ല, ഗിറ്റ് നമുക്ക് കോഡ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ ഹോസ്റ്റിങ്ങിന് വേറെ ടൂൾസുകളുണ്ട്. നമുക്ക് ഫ്രീ ആയിട്ടുള്ള ഏതെങ്കിലും പിടിക്കാം. നമുക്ക് അത് ആ ഒരു ടൈമിൽ നമുക്ക് AWS വേണമെങ്കിൽ AWS ചെയ്യാം. പക്ഷെ AWS ഫ്രീ ടയറിനൊക്കെ എനിക്ക് തോന്നുന്നു കാർഡ്സ് ഒക്കെ ആഡ് ചെയ്യേണ്ടി വരും. നമുക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഹോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫ്രീ ആയിട്ടുള്ള ഓപ്ഷൻസ് നോക്കിയിട്ട് ചെയ്യാം. ഒരുപാടെണ്ണം ഉണ്ട്. റെയിൽവേ, റെൻഡർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സാധനങ്ങളുണ്ട്. നമുക്ക് ആ ഹോസ്റ്റിംഗിന്റെ ടൈമിന് നമുക്ക് ആദ്യം പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു വീഡിയോ നമുക്ക് ഹോസ്റ്റിംഗിനായിട്ട് സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ അതാണ് ഹോസ്റ്റിംഗ് ചെയ്യുമ്പോൾ ഒരുപാട് സെറ്റിംഗ്സ് നമ്മൾ മാറ്റണം. ഇതിൽ കുറെ പബ്ലിക്കലി എക്സ്പോസ് ആകാതിരിക്കാൻ കുറെ സാധനങ്ങൾ ചെയ്യണം. നമ്മൾ ബാക്ക് എൻഡിലുള്ള കുറെ സാധനങ്ങൾ കാണാൻ എന്താ പറയാ, നമ്മൾ മാസ്ക് ചെയ്തിട്ട് വേണം പോസ്റ്റ് ചെയ്യാൻ, കാരണം സെക്യൂരിറ്റി റീസൺസ്. അപ്പം ഇതൊക്കെ ഓക്കെയാണ്. അപ്പം എനിക്ക് വേറെ കാര്യം പറയാനുള്ളത് എന്താ വെച്ചാല്, നമ്മൾ പറഞ്ഞു ഫ്രണ്ട് എൻഡ് ഉണ്ട്, ബാക്ക് എൻഡ് ഉണ്ട്, ഡാറ്റാബേസ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്തിനാണ് ഈ ബാക്ക് എൻഡ് ഇവിടെ വെക്കുന്നതെന്ന്, നമുക്കിപ്പോൾ ഫ്രണ്ട് എൻഡിൽ തന്നെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് ഡാറ്റാബേസ് ആയിട്ട് ഡീൽ ചെയ്തുകൂടെ? എന്തുകൊണ്ടാണ്? ഓക്കെ, നമുക്ക് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഞാൻ സ്ക്രീനിൽ കാണിച്ചില്ല. അപ്പോൾ നമുക്ക് ഈ ഫേസ്ബുക്കിന്റെ ഈ ഒരു ലോഗോ ഉണ്ട്. ഈ ലോഗോ ഇവിടെ നിന്ന് മാറ്റിയിട്ട് ഫേസ്ബുക്ക് എന്നുള്ളത് മാറ്റിയിട്ട് എൻ്റെ പേരാക്കണം എന്ന് വിചാരിക്കും. നമുക്ക് നേരെ പോയിട്ട് ഇൻസ്പെക്ട് എലമെന്റ് കൊടുക്കുക. ഇൻസ്പെക്ട് എലമെന്റ് കൊടുക്കുമ്പോൾ ഇവിടെ ഫേസ്ബുക്ക് അത് ഇമേജ് ആണ്. ഓക്കെ, നമുക്ക് ആ ഡിസ്ക്രിപ്ഷൻ മാറ്റാം. ഇവിടെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടല്ലോ, അത് മാറ്റിയിട്ട് ഹായ് വെൽക്കം ടു മാക്ബിക്കടി. ഓക്കെ,
ഓക്കെ, ഇതിവിടെ വന്നു. ഓക്കെ, ഇങ്ങനെ ഇപ്പോൾ ഫേസ്ബുക്ക് നമ്മൾ വാങ്ങിച്ചു. അപ്പോൾ അങ്ങനെയായി. അപ്പോൾ ഇതിപ്പോൾ ഫ്രണ്ട് എൻഡിൽ നമ്മൾ ഇൻസ്പെക്ട് അടിച്ചു കഴിഞ്ഞാൽ ഫുൾ കോഡ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ബാക്ക് എൻഡ് നമ്മൾ ഇതുവരെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫുള്ള് കോഡ് അവർക്ക് അവിടെ കാണാൻ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇതൊന്ന് റിഫ്രഷ് അടിച്ചാൽ പോവും, മാറും. പക്ഷേ നമുക്ക് ബാക്ക് എൻഡും കൂടെ അറിയാൻ പറ്റുമെങ്കിൽ ഡാറ്റാബേസിലേക്കുള്ള ആക്സസും ഇന്റർനെറ്റ് ആക്സസും മൊത്തം അവർക്ക് കിട്ടി. പണ്ട് പഴയ ഗവൺമെന്റ് വെബ്സൈറ്റ്സ് ഒക്കെ ഫ്രണ്ട് എൻഡിൽ തന്നെ അവൈലബിൾ ആയിട്ടായിരുന്നു. റിസൾട്ട് ഒക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുമായിരുന്നു വളരെ സിമ്പിൾ ആയിട്ട്. ഓക്കെ, അപ്പോൾ അത് ഒഴിവാക്കാനാണ് ഈ ബാക്ക് എൻഡ് ഇപ്പോൾ സെക്യൂർഡ് ആയി. അതാണ് അതിൻ്റെ ഒരു അൾട്ടിമേറ്റ് ലക്ഷ്യം. അതായത് ഫ്രണ്ട് എൻഡിൽ ഇൻസ്പെക്ട് അടിച്ചാൽ ആർക്കും എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ കോഡിൽ ചേഞ്ച് വരുത്താൻ പറ്റും. ഇപ്പോൾ എന്തായി ബാക്ക് എൻഡിലേക്ക് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഫ്രണ്ട് എൻഡ് ഇൻസ്പെക്ട് അടിച്ചാൽ ജസ്റ്റ് HTML CSS മാത്രമേ നമുക്ക് അവൈലബിൾ ആവും. അതുപോലെ തന്നെ ഇതിൽ ഡാറ്റ പാസ് ചെയ്യുന്നത് നമുക്ക് കാണിച്ചു തരാം. സോറി, ഇവിടെ നമുക്ക് ഒരുപാട് ടൂൾസ്, ഈ ഇൻസ്പെക്ട് എലമെന്റ് ഇവിടെ നമുക്ക് ഒരുപാട് ടൂൾസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ കൺസോൾ കാണാൻ പറ്റും. അവിടെ നമ്മളിപ്പോൾ ചില സമയത്ത് ഇപ്പോൾ 404 എറർ അടിക്കുന്ന സമയത്ത് കൺസോളിൽ നോക്കിയാൽ കുറെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും, എന്തുകൊണ്ടാണ് അങ്ങനെ കുറെ കാര്യങ്ങൾ അറിയാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണിത്. പിന്നെ ഇത് അധികവും യൂസ് ചെയ്യുക ഫ്രണ്ട് എൻഡ് ഡിസൈൻ ചെയ്യുന്നവരാണ്. ഇത് നമുക്ക് റെസ്പോൺസീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. രണ്ടാമത്തെ ടൂളിൽ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പേജ് റെസ്പോൺസീവ് ആണോ, ഏതൊക്കെ മൊബൈൽ ഫോണിൽ നമ്മളെ പേജ് ഓക്കെ ആണ്, അതൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും. അതൊക്കെ മെയിൻലി യൂസ് ചെയ്യുന്ന ഫ്രണ്ട് എൻഡ് ഡെവലപ്പേഴ്സ് ആണ്. HTML CSS ഡിസൈൻ ചെയ്യുന്ന ആളാണ് കൂടുതലായിട്ട് ഇൻസ്പെക്ടർ ടൂൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ നമുക്കിത് ഇവിടെ കുറച്ച് ആവശ്യമുണ്ടല്ലേ, നമ്മൾ കുറച്ച് എററൊക്കെ കണ്ടുപിടിക്കാൻ നമ്മൾ ഈ ടൂളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്നും അറിഞ്ഞിരിക്കുക. ജസ്റ്റ് എന്ത് ചെയ്യുക, ക്രോം പോവുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഇൻസ്പെക്ട് എന്നുള്ളൊരു ബട്ടൺ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്താൽ മതി, നമ്മൾ ആ പേജിലേക്ക് വരും. ഇപ്പൊ നമ്മൾ നേരത്തെ ഒരു ഇത് പറഞ്ഞല്ലോ, ഫ്രെയിംവർക്ക് ലൈബ്രറീസ്. ഇപ്പൊ നമ്മൾ എന്താണ് ഫ്രെയിംവർക്ക് എന്നുള്ളത് ഇവർക്ക് ഐഡിയ ഉണ്ടാവും. ഫ്രെയിംവർക്ക് നമുക്ക് ഫ്രെയിംവർക്ക് ഇല്ലാതെ കോഡ് ചെയ്യാം. അപ്പം ഇപ്പൊ വലിയ MNC കമ്പനികളൊക്കെ ആണെങ്കിൽ അവർക്ക് അവരുടേതായ ഒരു സിസ്റ്റം ഉണ്ട്, സോഫ്റ്റ്വെയർസ് വെച്ചിട്ട് അവര് ഡാറ്റാബേസ് യൂസ് ചെയ്യുന്ന ചിലപ്പോൾ MongoDB SQL ഒന്നും വയ്ക്കൂല, അവരുടെ സാധനങ്ങളുണ്ടാവും. പക്ഷെ നമുക്ക് അതുപോലെ സ്ക്രാച്ചിൽ നിന്ന് ബിൽഡ് ചെയ്യാൻ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന വിചാരിച്ചു ഒരാൾ. അവർക്ക് സ്ക്രാച്ചിൽ നിന്ന് അങ്ങനെ ബിൽഡ് ചെയ്തിടാനുള്ള റിസോഴ്സസ് ഉണ്ടാവില്ല, ടൈമും ഉണ്ടാവില്ല. മെയിൻ പോയിന്റ് ആണ് സാർ പറഞ്ഞത്, ടൈമും ഉണ്ടാവില്ല. ആ സമയത്ത് നമുക്ക് ഇനീഷ്യലി ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഈ ഓൾറെഡി ചെയ്ത് വെച്ച കോഡ് നമുക്ക് ഇങ്ങെടുക്കാം. അതായത് ഈ ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വീട് ഉണ്ടാക്കുകയാണെങ്കിൽ അതിന്റെ ഒരു ബേസിക് സ്കെലട്ടൺ നമുക്ക് നേരത്തെ പ്രിന്റ് ചെയ്ത് കിട്ടുകയാണെങ്കിൽ നമുക്ക് പിന്നെ ചുമര് ആഡ് ചെയ്ത് കൊടുക്കാം, ഇന്റീരിയർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം, അങ്ങനെ ചെയ്താൽ മതി. അതിനാണ് ഇവിടെ നടക്കുന്നത്. കോഡ് ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമ്മളൊരു പൈത്തണിൽ ഇപ്പോൾ സ്റ്റാർട്ട് പ്രോജക്റ്റ് അടിച്ച് ഹിറ്റ് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബേസിക് സ്ട്രക്ചർ അതങ്ങ് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ആവും. പിന്നെ നമ്മൾ മോഡിഫൈ ചെയ്ത് കൊടുത്താൽ മതി. അതിനനുസരിച്ച് നമുക്ക് അതിനെ ട്വീക്ക് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ വേണ്ടുന്ന രീതിയിലേക്ക് മാറ്റാം. അപ്പൊ ഇത്തരം കോഡ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ടീമിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു സ്പെസിഫിക് സ്ട്രക്ചറിനെയാണ് നമ്മൾ ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. ഓൾറെഡി പ്രീ റിട്ടേൺ കോഡാണ് സാധനം. പ്രീ റിട്ടേൺ കോഡാണ്, ഒരു സ്ട്രക്ചർ ഉണ്ടാവും, സ്ട്രക്ചർ അങ്ങനെ ബിൽഡ് ചെയ്യുന്നുണ്ടാവും, ഒരു സിസ്റ്റം ഉണ്ടാവും. പിന്നെ ഉള്ളത് ലൈബ്രറീസ് എന്ന് പറയുമ്പോൾ ഒരു സ്ട്രക്ചർ ഒന്നും ഉണ്ടാവില്ല, പക്ഷെ ഒരു ഓൾറെഡി കുറെ എഴുതി വെച്ച കോഡുകൾ ഉണ്ടാവും, സിംഗിൾ എലമെന്റ്സ്. അപ്പൊ ആ എലമെന്റ്സ് നമുക്ക് കോൾ ചെയ്തിട്ട് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളൊരു കാര്യം. അപ്പൊ നമുക്കിപ്പോൾ ഒരു സോഷ്യൽ മീഡിയ ആപ്പ്, ഞാൻ പണ്ട് ഒരു സോഷ്യൽ മീഡിയ ക്ലോൺ ഉണ്ടാക്കിയിരുന്നു. അപ്പൊ അതിൽ ഇമേജിനെ ഡീൽ ചെയ്യാൻ വേണ്ടി നമ്മൾ വേറൊരു ലൈബ്രറി ഇമ്പോർട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, പില്ലോ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ നമ്മൾ ഫുൾ സിസ്റ്റം ബിൽഡ് ചെയ്ത് ജാങ്കോയിൽ തന്നെയാണ്. ജാങ്കോയിൽ ഇമേജിനെ ഡീൽ ചെയ്യാൻ വേണ്ടി വേറെ ലൈബ്രറി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രെയിംവർക്സും ലൈബ്രറീസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും നമ്മൾ പ്രൊജക്ട് ചെയ്യുന്നത്. നമ്മൾ ഇതിൽ ഏതെങ്കിലും ലൈബ്രറി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടോ? നമുക്ക് ബുക്സിന്റെ പിക്ചർ എന്തായാലും ആഡ് ചെയ്യണമല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരൊറ്റ ലൈബ്രറി മാത്രം യൂസ് ചെയ്യുന്നുണ്ട് നമുക്ക് ഇമേജസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അധികം ലൈബ്രറീസ് ഒന്ന് കോംപ്ലിക്കേറ്റഡ് ആക്കണം. ഇല്ല, അത് ഈ ലൈബ്രറി നമുക്ക് എന്താ വെച്ചാൽ ചിലപ്പോൾ ഇത് നിങ്ങൾ പറയുമ്പോഴാണ് ലൈബ്രറി യൂസ് ചെയ്യണമെന്ന് പറയുമ്പോൾ വലിയ ഇതായി തോന്നുമെങ്കിലും നമ്മൾ ജസ്റ്റ് ഒരു ഇമ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സെന്റൻസ് എഴുതുമ്പോഴത്തേക്ക് അതിങ്ങ് വന്നോളൂ. പിന്നെ നമ്മളത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പൈത്തൺ ചെയ്യുമ്പോഴാണ് നമ്മളൊരു വെർച്വൽ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യും. അതായത് ഞാൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യേണ്ടത് കമാൻഡ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പറയാം. ആദ്യം നമ്മൾ എന്താ വെച്ചാൽ ഒരു വെർച്വൽ, അതിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പൈത്തൺ ഒരു പ്രൊജക്റ്റ് ചെയ്തു, അത് റൺ ചെയ്യാൻ വേണ്ട വേർഷൻസും സാധനങ്ങളൊക്കെ നമ്മളെ ഉണ്ട്. ഓക്കെ, നമ്മളത് ചെയ്തിട്ട് നമ്മൾ പിന്നെ വേറൊരു പ്രൊജക്റ്റ് എടുത്ത് ചെയ്യുമ്പോൾ ഈ പ്രൊജക്റ്റിലെ ഈ സാധനങ്ങളും ആ പ്രൊജക്റ്റിലെ സാധനങ്ങളും തമ്മിൽ കോൺഫ്ലിക്റ്റ് അടിക്കാതിരിക്കാൻ വേണ്ടി നമ്മളൊരു വെർച്വൽ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യും. അതിൻ്റെ ഉള്ളിലാണ് നമുക്ക് വേണ്ട ജാങ്കോ ആണെങ്കിലും പൈത്തന്റെ വേർഷൻസ് ആണെങ്കിലും ക്രിയേറ്റ് ചെയ്യാം, ആ പ്രൊജക്റ്റിന് വേണ്ടത്. എന്നിട്ട് അതിലൊരു ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യും, requirements.txt എന്ന് പറഞ്ഞിട്ട്.
അത് ജസ്റ്റ് നമ്മളൊരു കമാൻഡ് അടിച്ചാൽ അത് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ആവും. അതിലേക്ക് നമ്മൾ ഈ ഒരു പ്രോജക്റ്റിന്റെ വേർഷൻസും എന്തൊക്കെ ലൈബ്രറി യൂസ് ചെയ്തോ അതിന് ഏത് വേർഷനാണ് യൂസ് ചെയ്തതെന്ന് ഒക്കെ അതിലുണ്ടാവും. റിക്വയർമെന്റ് ടെക്സ്റ്റിലുണ്ടാവും. അപ്പോൾ നമ്മളത് ഗിറ്റബിലോട്ട് പുഷ് ചെയ്തിട്ട് വേറൊരാളത് ക്ലോൺ ചെയ്തിട്ട് ഒരു വെർച്വൽ മെഷീൻ ഉണ്ടാക്കിയിട്ട് അവർക്ക് റിക്വയർമെന്റ് TXT എന്ന ഫയൽ അങ്ങ് ഇൻസ്റ്റാൾ ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്തോ അതൊക്കെ ഓട്ടോമാറ്റിക്കലി നമുക്ക്. അപ്പോൾ നമ്മൾ വെർച്വൽ എൻവറോൺമെന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നമ്മുടെ സിസ്റ്റത്തിന്റെ ഉള്ളിൽ തന്നെ ഒരു ചെറിയൊരു എൻവറോൺമെന്റ് അതിന് വേണ്ടി മാത്രം സെപ്പറേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഈ വെർച്വൽ എൻവറോൺമെന്റ്. നമുക്ക് വെർച്വൽ എൻവറോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നേരം തന്നെ അത് ഒരു ഐഡിയ കിട്ടും. സാർ കാണിച്ചു തരും അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതിലെങ്ങനെയാണ് നമ്മൾ വേർഷൻസ് ഒക്കെ സെറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ വെർച്വൽ ഇപ്പോൾ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ വെർച്വൽ എൻവറോൺമെന്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള ഫ്രണ്ട് ആൻഡ് ബാക്ക് എൻഡ് ഒക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ഫേസ് ആയ പ്ലാനിങ്ങിലേക്ക് പോകാം അല്ലേ? ഇതൊക്കെ ടൂൾസ് ഒക്കെ ഇതൊക്കെയാണ്. പ്ലാനിങ്ങിലേക്ക് പോകുന്നതിന്റെ പിന്നെ നമുക്കൊരു ജസ്റ്റ് ജാങ്കോ വെച്ചിട്ട് ഒരു സാധനം എങ്ങനെയാണ് റിക്വസ്റ്റ് റെസ്പോൺസ് പോണതെന്ന് കാണിക്കട്ടെ, ഒന്ന് കാണിച്ചു കൊടുക്കാം. ആദ്യം പിന്നെ ടൂൾസും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുക, അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യണ്ടേ. ഓക്കെ. നമുക്ക് ഇപ്പോൾ സ്റ്റാർട്ടിങ് ഫസ്റ്റ് തന്നെ സാർ ഏതാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്? എന്താണ് ഫസ്റ്റ് നമുക്ക് വേണ്ടത്? നമുക്ക് HTML CSS ഒന്നും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. അത് ജസ്റ്റ് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് .html .css ചെയ്താൽ ബ്രൗസറിൽ റൺ ചെയ്യുന്നതാണ്. ബ്രൗസർ ഡീൽ ചെയ്തോളും. പിന്നെ നമുക്ക് പൈത്തണിന്റെ ഇന്റർപ്രറ്റർ ഇൻസ്റ്റാൾ ചെയ്യണം, അത് നമ്മുടെ സിസ്റ്റത്തിൽ വേണം. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പൈത്തൺ നമ്മൾ ജസ്റ്റ് ഒരു ഫയൽ എഴുതിയിട്ട് കാര്യമില്ല, ആ ഫയൽ റൺ ചെയ്യണമെങ്കിൽ നമ്മുടെ OSന് കഴിയില്ല, അതിനൊരു ഇന്റർപ്രറ്റർ വേണം, ഒരു ടൂളാണ്. പൈത്തൺ ബേസിക്കലി നമ്മൾ പൈത്തൺ എന്ന് പറയുമ്പോൾ ഈ ഇന്റർപ്രറ്റർ ആണ് നമ്മൾ പറയുന്നത്. ഈ ഇന്റർപ്രറ്റർ ആണ് ഒരു ലൈൻ ഓഫ് എന്താ പറയാ, കുറെ ഇംഗ്ലീഷ് പോലത്തെ കോഡുകളാണല്ലോ ഉണ്ടാവുക. ആ കോഡിനെ കൺവേർട്ട് ചെയ്തിട്ട് മെഷീനെ മനസ്സിലാക്കുന്ന രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന രീതിയിൽ കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഇന്റർപ്രറ്റർ എന്തായാലും വേണം. അത് പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യണം. പിന്നെ നമുക്ക് നമ്മുടെ ഫ്രെയിം വർക്ക് ജാങ്കോ, അത് പൈത്തണിൽ തന്നെ കുറച്ചും കൂടി സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുള്ളൊരു സാധനമാണ് ഈ ജാങ്കോ. എന്താ പറയുക, കുറച്ചുകൂടി ഫയൽസും അങ്ങനെയുള്ളൊക്കെ ഉള്ളത്. അപ്പോൾ ഇത് ഒരുപാട് ഓപ്പറേഷൻസ് ഒക്കെ നമുക്ക് ഈ ജാങ്കോ വെച്ച് ചെയ്യാൻ പറ്റും. അതായത് അതിൻ്റെ ഉള്ളിൽ പിന്നെ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം, പിന്നെ അതിൽ ആപ്പുകൾ ക്രിയേറ്റ് ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ആദ്യം ജാങ്കോ ഇൻസ്റ്റാൾ ചെയ്യണം. ജാങ്കോ ഇൻസ്റ്റാൾ ചെയ്ത് പിന്നെ നമുക്ക് വേണ്ടത് ഇപ്പോൾ ബാക്ക് എൻഡ് ആയി, ഫ്രണ്ട് എൻഡും ആയി, പിന്നെ ഡാറ്റാബേസിൽ നമുക്ക് ഇപ്പോൾ PSQL ഇൻസ്റ്റാൾ ചെയ്യണം, പിന്നെ അത് ക്രിയേറ്റ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങൾ. ഇനിയുള്ള പരിപാടിയൊക്കെ ഇൻസ്റ്റാളേഷൻ ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ട് സാർ ചെയ്യുന്നത് സ്ക്രീനിൽ നോക്കുക, സെയിം പ്രോസസ്സ് തന്നെ നിങ്ങൾ ചെയ്യുക. ഇപ്പോൾ 3 ടൂൾസാണ് നമ്മൾ മെയിൻലി ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് അല്ലേ? ജാങ്കോ, പൈത്തൺ, അതുപോലെ തന്നെ PostgreSQL. അതൊക്കെ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചാണ്. ജസ്റ്റ് ഒന്ന് അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് എങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വേണ്ടത് കാണിച്ചു തരും. ഓക്കെ, നമുക്കൊരു ആദ്യം ജസ്റ്റ് പൈത്തൺ എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ ഒരു വെബ്സൈറ്റ് വരും, വെൽക്കം ടു python.org എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ്. ഇതിൽ നമ്മളൊരു ഓരോ OSലും ഓരോ രീതിയിലേക്കും ചെയ്യാം. ഇപ്പോൾ നമ്മൾ പൈത്തണിൻ്റെ ഒരു വെബ്സൈറ്റിലെത്തി, ഇവിടെ പോയിട്ട് ഡൗൺലോഡ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് വെർഷൻ്റെ പൈത്തൺ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അപ്പോൾ അതിൽ ഇൻസ്റ്റാളർ ഉണ്ടാവും. ഇൻസ്റ്റാളർ ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഇൻസ്റ്റാളറാണ് ഡൗൺലോഡ് ആവുക. ഓക്കെ, ഒരു പൈത്തൺ macOSന് വേണ്ടിയിട്ടുള്ള ഒരു പാക്കേജാണ് ഞാനിപ്പോൾ ഇതിൽ ഇൻസ്റ്റാൾ കൊടുത്തപ്പോൾ ഇതിൽ വരുന്നത്. അതിപ്പോൾ നിങ്ങളുടെ സിസ്റ്റം വിൻഡോസ് ആണെങ്കിൽ വിൻഡോസിന് വേണ്ടിയിട്ടുള്ള ഡൗൺലോഡ്. ഇപ്പം ചില ആൾ ലിനക്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. സോ ലിനക്സിൻ്റെ ഏതാണോ അത് യൂസ് ചെയ്യാം. ഇപ്പോൾ ഡൗൺലോഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ എന്ത് സംഭവിക്കും, ഒരുപാട് ഓപ്ഷൻസ് അവിടെ ഉള്ളതാണ്. അപ്പം നിങ്ങളുടെ സിസ്റ്റം ഏതാണോ അതിന് കറസ്പോണ്ടിങ് ആയുള്ള സാധനം ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഞാൻ കുറച്ചുകൂടി ബെസ്റ്റ് പ്രാക്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ മാക്കും ലിനക്സും യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ ടെർമിനൽ വഴി ഇൻസ്റ്റാൾ ചെയ്താൽ മതി. അതാണ് കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ ഞാനൊന്ന് ക്ലിയർ ചെയ്യണ്ടേ. ഓക്കെ, നമ്മൾ മാക്കിലാണെന്നുണ്ടെങ്കിൽ ബ്രൂ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഹോം ബ്രൂ എന്ന് പറഞ്ഞാൽ അത് ആദ്യം ഇൻസ്റ്റാൾ ചെയ്യുക. ജസ്റ്റ് ഹോം ബ്രൂ സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ വെബ്സൈറ്റിൽ ഒരു ലിങ്ക് ഉണ്ടാവും, അത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്താൽ മതി. എന്നിട്ട് ടെർമിനലിൽ പേസ്റ്റ് ചെയ്താൽ മതി, അത് ഇൻസ്റ്റാൾ ആവും. പിന്നെ ബ്രൂ ഇൻസ്റ്റാൾ പൈത്തൺ 3 എന്ന് കൊടുക്കണം. പൈത്തൺ 3 എന്ന് സ്പെസിഫിക് ആയിട്ട് കൊടുക്കണം, കാരണം വേർഷൻ പൈത്തണും ഉണ്ട്, പൈത്തൺ 3 ഉണ്ട്. നമ്മൾ ലേറ്റസ്റ്റ് വേർഷനിൽ പോവാം. ലേറ്റസ്റ്റ് വേർഷൻ പൈത്തൺ 3 ആണ്. ജസ്റ്റ് പൈത്തൺ അടിക്കുമ്പോൾ എന്ത് ചെയ്യും, പഴയ വേർഷനാണ് പോവുക. പൈത്തൺ 3 എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ പുതിയ വേർഷൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കിട്ടും. അപ്പോൾ പൈത്തൺ 3.something അല്ലേ? അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നൊരു ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വരും. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ മെത്തേഡ് നമുക്ക് ലിനക്സിലും മാക്കിലും ആണ് പോസിബിൾ ആണ്, ടെർമിനൽ വഴി. വിൻഡോസ് ആണ് എന്ത് ചെയ്യണം, ഇൻസ്റ്റാളർ വെച്ചിട്ട് അതിൽ ഒരു
ഒരു സംഭവം ഉണ്ട്, ഒരു പാത്ത് സെലക്ട് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്. ആ, ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ അത് വേറെ പാത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ചെറിയ കോൺഫ്ലിക്റ്റ് അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇൻസ്റ്റാളേഷൻ വീഡിയോ എന്തായാലും സെപ്പറേറ്റ് ആയിട്ട് കണ്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ആവും അല്ലേ. പൈത്തൺ ഇൻസ്റ്റാളേഷൻ വിൻഡോസ് ആറ് പ്രത്യേകിച്ചിട്ട് എന്ത് ചെയ്താൽ പൈത്തൺ ഇൻസ്റ്റാളേഷൻ എന്ന് പറഞ്ഞിട്ട് തന്നെ വീഡിയോസ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അത് കണ്ടിട്ട് എന്ത് ചെയ്യുക, കറക്റ്റ് പാത്ത് സെറ്റ് ചെയ്തിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്യാം. ലിനക്സും മാക്കും യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒരു കമാൻഡ് ലിനക്സിൽ എനിക്ക് തോന്നുന്നു sudo apt ഇൻസ്റ്റാൾ പൈത്തൺ എന്ന് കൊടുത്താൽ തന്നെ പൈത്തൺ ഇൻസ്റ്റാൾ. ഇതിൽ ബ്രൂ ഇൻസ്റ്റാൾ പൈത്തൺ എന്ന് കൊടുത്താൽ മതി. പക്ഷെ ഇതിൽ എന്ത് ചെയ്യണം, ബ്രൂവിന്റെ പാക്കേജ് ആദ്യം സെറ്റ് ചെയ്യണം. അത് ജസ്റ്റ് ഹോം ബ്രൂ എന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. അതിൽ തന്നെ ഒരു ലിങ്ക് ഉണ്ടാവും, അത് നേരെ കോപ്പി ചെയ്ത് ടെർമിനലിൽ അത് പേസ്റ്റ് ചെയ്താൽ ബ്രൂ ഇൻസ്റ്റാൾ ആയി. അപ്പോൾ ഇതൊരു പാക്കേജ് മാനേജർ ആണ് ഹോം ബ്രൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അതാണ് അതിന്റെ പിപ്പൊക്കെ പോലെ. പിന്നെ അതുപോലെ തന്നെ ലിനക്സിന്റെ പാക്കേജ് മാനേജർ ആണ് ഈ APT എന്ന് പറയുന്നത്. sudo apt അതിൽ APT എന്ന് പറയുന്നത്. apt. അതൊക്കെ ഇന്റർവ്യൂവിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. എന്നോടൊരു ഇന്റർവ്യൂ ചോദിച്ചിട്ടുണ്ട് apt. അതായത് ലിനക്സിന്റെ പാക്കേജ് മാനേജർ ഏതാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അറിയില്ല എന്നാണ്. അപ്പോൾ അവർ ചോദിച്ചു എങ്ങനെ ഒരു സാധനം ഇൻസ്റ്റാൾ ചെയ്യല് ചോദിച്ചു. അപ്പോൾ ഞാൻ ഈ കമാൻഡ് പറഞ്ഞു കൊടുത്തു. sudo apt. അപ്പോൾ അതാണ് APT. അപ്പോൾ നമ്മളത് അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ചെയ്യുന്നുണ്ടാവും പല കാര്യങ്ങളും, പക്ഷെ അതിന്റെ എന്താണെന്ന് അറിഞ്ഞ് ചെയ്താലേ നമുക്ക് ഇന്റർവ്യൂസ് ക്രാക്ക് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാവും. ഒരാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനും. അപ്പോൾ നമ്മൾ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്തു. ഇനി നമുക്ക് പൈത്തൺ കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് VS Code ഓപ്പൺ ചെയ്യാം. ഇത് ഒരു പുതിയ ഫയൽ വിൻഡോ എടുക്കാം. VS Code ഡൗൺലോഡ് ചെയ്യാൻ എല്ലാവർക്കും അറിയില്ലേ? എന്തായാലും പൈത്തൺ ചെയ്ത ആളായിരിക്കുമല്ലോ. നമ്മൾ എന്തായാലും പൈത്തണിൽ നിങ്ങൾ VS Code തന്നെ ആയിരിക്കും ചെയ്യേണ്ടത്. ഇൻ കേസ് നിങ്ങൾ ഏതെങ്കിലും വേറെ ഏതെങ്കിലും ഐഡിയ, അതായത് ജൂപ്പിറ്ററിലോ വേറെ ഏതെങ്കിലും എല്ലാം ചെയ്തെങ്കിൽ എന്ത് ചെയ്താൽ ഈ വെബ് ഡെവലപ്മെന്റ് ചെയ്യുന്നവര് മാക്സിമം VS Code യൂസ് ചെയ്യാൻ ബെറ്റർ. അതായത് വേറെ കർസറും ആന്റി ഗ്രാവിറ്റി ഒക്കെ ഉണ്ട്, അതിലേക്കൊന്നും ഇപ്പൊ പോകണ്ട, ടൈം ആയിട്ടില്ല. അപ്പം ഈ VS Code തന്നെ നമുക്ക് കുറെ ഞാൻ കുറെ എക്സ്റ്റൻഷൻസ് ഒക്കെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളതിൽ ഇതൊന്നും ഉണ്ടാവില്ല, ചിലപ്പോഴുണ്ടാവുള്ളൂ. അപ്പോൾ അതിൽ ഞാനൊരു സാധനം ആദ്യം ഇൻസ്റ്റാൾ ചെയ്ത് വെക്കാൻ പറ്റിയത് ഈ സേവ് ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് സാധനമുണ്ട്. ഓട്ടോമാറ്റിക് നമുക്ക് ടൈപ്പ് സേവ് ഏറ്റവും നമ്മളെ ബുദ്ധിമുട്ടാക്കുന്ന സാധനം, നമ്മൾ ചില സമയത്ത് സേവ് ചെയ്യില്ല, എന്നിട്ട് നമ്മൾ കോഡ് എടുത്ത് നോക്കും, എറർ എവിടെയാണെന്നൊരു പിടിയും കിട്ടൂല. പിന്നെ നമ്മൾ മനസ്സിലാവുന്നത് സേവ് ചെയ്തിട്ടില്ല. അത് ഒഴിവാക്കാനാണ് സേവ് ടൈപ്പ്. ഓട്ടോമാറ്റിക്കലി എന്താവും നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഓട്ടോമാറ്റിക്കലി സേവ് ആയി. പിന്നെ ലൈവ് സെർവർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നമ്മളിപ്പം ഒരു വട്ടം റൺ ചെയ്താൽ മതി. പിന്നെ എപ്പോഴും പോയിട്ട് റിഫ്രഷ് അടിക്കേണ്ട കാര്യം, നമ്മൾ കോഡിൽ ചേഞ്ച് വരുത്തുമ്പോൾ തന്നെ അത് അവിടെ ചേഞ്ച്. അപ്പോൾ അത് രണ്ടും ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചേക്കാം. പിന്നെ കുറെ കോഡ് സ്നിപ്പെറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കറന്റ് നമുക്ക് ഇത് രണ്ടുമാണ് ആവശ്യമുള്ളൂ. കറന്റ് ഇപ്പോൾ അത് മതി. നമുക്ക് പൈത്തൺ ചെയ്യുമ്പോൾ അതിൻ്റെതായ എക്സ്റ്റൻഷൻ. പിന്നെ VS Code നമുക്ക് ഗിറ്റ്ഹബിൽ നിന്ന് റെപ്പോസിറ്ററി ഡയറക്റ്റ് ക്ലോൺ ചെയ്ത് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിൽ ഇത് ഓപ്പൺ ചെയ്യാനുള്ള കാര്യങ്ങൾ അവൈലബിൾ ആണ്. അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക, VS Code തന്നെ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യാം. അത്യാവശ്യം എല്ലാം സപ്പോർട്ട് ചെയ്യുന്നത് VS Code ആണ്. നമുക്ക് ഡെസ്ക്ടോപ്പിൽ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം, ന്യൂ ഫോൾഡർ. എന്തൊരു പേര് കൊടുക്കുക, ന്യൂ പ്രോജക്റ്റ് അല്ല നമ്മുടെ 5 hours ചാലഞ്ച് കൊടുത്തോ സാർ? 5 hours ചാലഞ്ച്. അത് മതി, 5 hours മതി. അപ്പോൾ നമ്മളെ ഒരു ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഓൾറെഡി നിങ്ങൾക്ക് ഇതൊക്കെ അറിയുന്നതായിരിക്കും. സ്റ്റിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ ഡെസ്ക്ടോപ്പിൽ എന്ത് ചെയ്യുന്നു, പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മൾ ടെർമിനൽ ഓപ്പൺ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇവിടെ പോയിട്ട് റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് ഓപ്പൺ ഇൻ ഇൻറ്റഗ്രേറ്റഡ് ടെർമിനൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ടെർമിനൽ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടെർമിനലിൽ LS എന്ന സാധനം അടിച്ചു കഴിഞ്ഞാൽ ലിസ്റ്റ്, അതായത് അവിടെ ആ ഫോൾഡറിൽ എന്തൊക്കെ ഉണ്ടെന്ന് കാണിക്കും. ഇവിടെ ഒന്നും കാണിച്ചില്ല, അതിനർത്ഥം ഫോൾഡർ എംപ്റ്റി ആണെന്നാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആദ്യം നമുക്ക് വിർച്വൽ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിന് എങ്ങനെ വിർച്വൽ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കല്ലേ. ആദ്യം Python 3 -m venv, ഞാൻ env എന്നാണ് അതിന് പേര് കൊടുക്കുന്നത്. ഞാൻ എല്ലാ പ്രൊജക്റ്റിലും env എന്ന പേര് കൊടുക്കും. വേറെ ഷോർട്ട് കട്ട് ആയിരിക്കും, അതായത് വേറെ കൺഫ്യൂഷൻ വരണ്ടെന്ന് വെച്ചിട്ട്. അപ്പൊ ഇതാ ഈ കമന്റ് നല്ല രീതിയിൽ ഒന്ന് ഓർമ്മിച്ച് നോക്കാം സാർ. ഒന്നും കൂടെ കമന്റ് ഒന്ന് എക്സ്പ്ലെയിൻ. Python 3 -m venv. അപ്പോൾ ഇവിടെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ആയിട്ടുണ്ട് env എന്ന് പറഞ്ഞിട്ട്. നമ്മൾ വേറെ പേരാ കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ
അത് നിങ്ങൾക്ക് ഡിപ്പെൻസ് ആണ് അല്ലേ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം നിങ്ങളുടെ എൻവറോൺമെന്റിന്. ആ രീതിയിലാണ് അവിടെ ഇത് പേര് വരിക. അപ്പോൾ അത് തുറന്നു നോക്കിയാൽ നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും. ഇവിടെ ബിൻ ഇൻക്ലൂഡ് ലിബ് എന്നൊക്കെ പറഞ്ഞ് കുറേ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതൊക്കെ എൻവയോൺമെൻറ്റിൻ്റെ ആവശ്യത്തിനുള്ളതാണ്. അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. പിന്നെ നമുക്കിത് ക്രിയേറ്റ് ആയി ഇനി അത് ആക്ടിവേറ്റ് ചെയ്യണം. ഈ ഒരു എൻവറോൺമെന്റ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യണം. അതിപ്പോൾ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ സോഴ്സ് പിന്നെ നമ്മൾ ലൊക്കേഷൻ കൊടുത്താൽ മതി. env/bin/activate. ഈ കമന്റ്സ് ഒക്കെ ഒന്ന് ഓർമ്മിച്ച് വെക്കുക. ഈ കമന്റ്സ് ഒക്കെ ഒന്ന് പ്രോപ്പർ. ഈ കമന്റ്സ് എന്താ ടെർമിനൽ എൻവറോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള ടെർമിനൽ കമന്റ് ആണ് ഇതൊക്കെ. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ അടിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഈ കമന്റ്സ് ഒക്കെ ഒന്ന് ഓർമ്മിച്ച് വെക്കുക. ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ ഫോളോ അപ്പ് ചെയ്താൽ 2-3 പ്രാവശ്യം ചെയ്യുമ്പോൾ ഒരു ബൈ ഹാർട്ട് ആയിക്കോളൂ. ഇത് ബൈ ഹാർട്ട് ആയി പോകുന്ന സാധനമാണ്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ env എന്ന് പറഞ്ഞിട്ടൊരു ബ്രാക്കറ്റിൽ സാധനം വന്നത് കാണാം. അതിൻ്റെ മുന്നേ ഒന്നും അതില്ല. ഇല്ലല്ലോ. അപ്പം അങ്ങനെയുള്ളത്, അതായത് ഇപ്പോഴാണ് അത് ആക്ടിവേറ്റ് ആയതെന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം നമ്മൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ എൻവയോൺമെൻറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ജാങ്കോ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പം അതിന് വേണ്ടത് pip3 ഇൻസ്റ്റാൾ ജാങ്കോ എന്ന് കൊടുക്കാം. അപ്പോൾ ജാങ്കോ ഇൻസ്റ്റാൾ ആവും. ഈ പിപ്പ് എന്ന് പറഞ്ഞ സാധനമൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. അത് നിങ്ങൾ ജസ്റ്റ് നെറ്റിൽ സെർച്ച് ചെയ്താൽ മതി എങ്ങനെ പിപ്പ് ഇൻസ്റ്റാൾ. അതിനൊരു കമാൻഡ് കിട്ടും. അത് നേരെ ഇത് കോപ്പി ചെയ്ത് ഇതിൽ പേസ്റ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ വെർച്വൽ എൻവയോൺമെൻറ്റും ഒക്കെ നിങ്ങൾ ഇതുപോലെ സെറ്റപ്പ് ചെയ്യാൻ പോകുന്നത് ജാങ്കോ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. അതിന്റെ വേർഷൻ ഒന്ന് ചെക്ക് ചെയ്യാം. ഇൻസ്റ്റാൾ ആയതിനോ നമുക്ക് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാൻ പറ്റും. ജാങ്കോ അഡ്മിൻ വേർഷൻ ഇതിന്റെ കോഡാണ് നിങ്ങൾ ഓർമ്മിച്ച് വെക്കേണ്ടത്. 5.1 എന്ന് വന്നില്ലേ? യെസ്, അവിടെ 5.1 എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പം ഇത് ഇൻസ്റ്റാൾ ആയിട്ടില്ലെങ്കിൽ നോട്ട് ഫൗണ്ട് എന്ന് കാണിക്കും. ഇൻസ്റ്റാൾ ആയതുകൊണ്ടാണ് അവിടെ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ അതുപോലെ നമുക്ക് പൈത്തൻ്റെ വേർഷൻ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. പൈത്തൺ 3 വേർഷൻ. അപ്പോൾ പൈത്തണിൻ്റെ വേർഷൻ അവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ പൈത്തൺ ഇൻസ്റ്റാൾ. ഇത് രണ്ടും ഇവിടെ ജാങ്കോവും അതുപോലെ തന്നെ പൈത്തൺ എന്തായിട്ടുണ്ട് നമ്മളിൽ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഗിറ്റും കൂടി ഇൻസ്റ്റാൾ ചെയ്തേക്കാം. ബ്രൂ ഇൻസ്റ്റാൾ ഗിറ്റ്, ഈ ഒരു കമാൻഡ് അടിച്ചാൽ മതി. വീണ്ടും പറയുന്നു, ബ്രൂ ഓൾറെഡി ഉള്ളതുകൊണ്ടാണ്. എല്ലാം നമുക്ക് വിൻഡോസ് അവിടെ പോയിട്ടും ഡൗൺലോഡ് ചെയ്യാം അല്ലേ. വെബ്സൈറ്റിൽ പോയിട്ടും ഗിറ്റ് ഡൗൺലോഡ് ചെയ്യാം. ഗിറ്റിന്റെ വെബ്സൈറ്റ് അവൈലബിൾ ആണ്. അവിടെ പോയിട്ടും ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്താൽ ഗിറ്റ് വരുന്നതാണ്. ജസ്റ്റ് ഹോം ബ്രൂ എന്ന് കാണിച്ചില്ല. ഹോം ബ്രൂ എന്ന് പറഞ്ഞ ഒരു സൈറ്റ് ഇതാണ്. ഇവിടെ പോവാം. ഇതാണ് ഹോം ബ്രൂ. അപ്പോൾ ഈ ഹോം ബ്രൂ വേൾഡ് വൈഡ് ആയിട്ട് ഒരുപാട് പേര് യൂസ് ചെയ്യുന്നൊരു പാക്കേജ് മാനേജറാണ്. അപ്പം മാക്കിൽ ഒരുപാട് ഇതിൽ ഈ ഒരു കമാൻഡ് ഇവിടെ നിന്ന് കോപ്പി ചെയ്തിട്ട് ജസ്റ്റ് ടെർമിനലിൽ കൊണ്ട് പേസ്റ്റ് ചെയ്താൽ അത് ഈ ഹോം ബ്രൂവിനെ പറ്റി ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സംഭവം ഉണ്ട്. ഈ ഹോം ബ്രൂവിൻ്റെ ക്രിയേറ്റർ ഇല്ലേ, ഗൂഗിൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് ഗൂഗിൾ അയാളെ റിജക്ട് ചെയ്ത, എന്നിട്ടാണ് ഇറങ്ങിയിട്ട് ഹോം ബ്രൂ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ അങ്ങനെയൊക്കെ വീട്ടിൽ നിന്ന് തന്നെ ബ്രൂ ആയതായിരിക്കും ഐറ്റം അല്ലേ. അങ്ങനെ ഉള്ളൊരു സംഭവമുണ്ട്. പക്ഷെ കാരണം നിങ്ങൾ ആലോചിക്കണം, ഈ ഹോം ബ്രൂ എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് ആളുകൾ, ഡെവലപ്പേഴ്സ് ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു വലിയൊരു ടൂളാണ്. അതിൻ്റെ ഒരു ക്രിയേറ്റർ ഗൂഗിളിൽ ഇന്റർവ്യൂവിന് പോയിട്ട് അവരെ പോലെ റിജക്ട് ചെയ്തിട്ടുണ്ട് ഗൂഗിളിൽ. അപ്പം ഒരു ഇന്റർവ്യൂവിന് കിട്ടിയില്ല എന്നുള്ളത് നിങ്ങളുടെ സ്കില്ല് മോശമാണെന്നല്ല, നിങ്ങൾക്ക് ആ ജോലി നിങ്ങളെ അർഹിക്കുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളുടെ സ്കില്ല് സ്ട്രോങ് ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് സക്സീഡ് ചെയ്യാൻ പറ്റും, ഉറപ്പായിട്ടും ജോലി കിട്ടും. അപ്പോൾ ഈ ഹോം ബ്രൂ വരുന്നത് മാക്കിലാണ്. നിങ്ങൾ വിൻഡോസ് ആണ് എന്ത് ചെയ്താൽ മതി, ഗിറ്റിന്റെ വെബ്സൈറ്റ് വെബ്സൈറ്റ് ഒന്ന് നമുക്ക് അതും കൂടി കാണിച്ചു തരാം. ജസ്റ്റ് ഏതെങ്കിലും ബ്രൗസറിൽ പോയിട്ട് തന്നെ അടിക്കണം, ഗിറ്റ് ഹബ് അടിക്കണം. അത് നിർബന്ധമായിട്ട് ചെയ്യണം. ഗിറ്റ് വേറെയാണ്, ഗിറ്റ് ഹബ്ബ് വേറെയാണ്. അപ്പോൾ ഗിറ്റ് എന്ന് പറഞ്ഞാൽ GIT ഇതന്നെ സെർച്ച് ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് കാണുന്ന ഈ ഒരു വെബ്സൈറ്റ് വരും. ഇതാണ് ഗിറ്റിന്റെ വെബ്സൈറ്റ്. ഇതിൽ കയറി ലേറ്റസ്റ്റ് വേർഷൻ ഇൻസ്റ്റാൾ അടിച്ചാൽ മതി. ഇപ്പം നമ്മൾ ഇങ്ങനെ ഏതെങ്കിലും സോഫ്റ്റ്വെയർ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന സൈറ്റിലേക്ക് കയറുമ്പം മെജോറിറ്റി സൈറ്റിൽ നമ്മുടെ വോയിസ് ഓൾറെഡി ഡിറ്റക്ട് ചെയ്തിട്ട് നമ്മളെ സെർച്ച് എഞ്ചിൻ ഇവിടെ കണ്ടില്ലേ, ഇൻസ്റ്റാൾ ഫോർ മാക് നമ്മൾ വിൻഡോസിൽ കയറുകയാണെങ്കിൽ അവിടെ ഇൻസ്റ്റാൾ ഫോർ വിൻഡോസ് അങ്ങനത്തെ കാണിക്കും. അത് ചിലപ്പോൾ 64 ബിറ്റും 32 ബിറ്റും മാത്രം ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ ബാക്കിയൊക്കെ സിമ്പിൾ. പിന്നെ ചിലപ്പോൾ VS Code ഒക്കെ ആണെങ്കിൽ നമുക്ക് എല്ലാം ഒരുമിച്ച് ഒറ്റ എല്ലാം കാണാൻ പറ്റും. ഇങ്ങനെ വിൻഡോസ്, മാക്, ലിനക്സ് സെപ്പറേറ്റ് കൊടുത്തായിട്ട് കാണാൻ പറ്റും. അപ്പം അതൊക്കെ ഒരു ബേസിക് സാധനം. ഇപ്പം നിങ്ങൾ പൈത്തൺ ഓൾറെഡി ചെയ്തവരല്ലേ വരിക, അപ്പോൾ അവർക്ക് അതൊക്കെ എളുപ്പമായിരിക്കും. പിന്നെ ഗിറ്റ് ആയിരിക്കും അവർക്കൊരു അറിയാത്ത സാധനം ഉണ്ടാവുക. ഗിറ്റ് ഞാൻ പറഞ്ഞല്ലോ, വിൻഡോസ് ആണെങ്കിൽ ജസ്റ്റ് സെർച്ച് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ളൂ. ഗിറ്റ് പിന്നെ ഗിറ്റ് ഹബും കൂടി കാണിച്ചു തരാം.
ഗിറ്റബിന് ഇങ്ങനൊരു സാധനമാണ്. ഗിറ്റബ് അപ്പോൾ അവർ കേട്ടിട്ടുണ്ടാകാൻ പറ്റിയ സാധനമില്ല, ഗിറ്റബ് കോപ്പൈലറ്റ് AI. കോപ്പൈലറ്റ് ഉള്ളത് ഗിറ്റബ് എന്തായാലും അറിഞ്ഞു ഇതൊരു സോഷ്യൽ മീഡിയ പോലെ ആക്ട് ചെയ്യുന്നതാണ്. ഡെവലപ്പേഴ്സിനെ അങ്ങോട്ട് ഫോളോ ചെയ്യാം, കണക്ട് ചെയ്യാം. നമ്മൾ ഒരു കമ്പനിയിൽ ചെല്ലുമ്പോൾ ഗിറ്റബിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അതുവഴിയായിരിക്കും ടീം മെമ്പേഴ്സ് കൊളാബറേറ്റ് ചെയ്യാൻ. അപ്പോൾ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഗിറ്റബ്. അതുപോലെ തന്നെ ഗിറ്റബിൽ കലണ്ടർ, ഗ്രീൻ കലണ്ടർ, അത് നിങ്ങളെ ഹയറിങ്ങിന് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. പല നമ്മൾ റെസ്യൂമേൽ ഗിറ്റിന്റെ പ്രൊഫൈൽ കൊടുക്കുന്നത്, അപ്പൊ അതിൽ നേരെ ആ ലിങ്ക് അടിച്ചിട്ട് അവർ നോക്കുന്ന സമയത്ത് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടോ. പിന്നെ ഈ ഓപ്പൺ സോഴ്സ് കോൺട്രിബ്യൂഷൻ, അത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ്. ഈ ഓപ്പൺ സോഴ്സ് ടാഗുള്ള പ്രൊജക്റ്റ് ഒക്കെ എടുത്തു വെക്കുക. പിന്നെ ഗിറ്റബിന്റെ സെക്യൂരിറ്റി മാൻഡേറ്ററി ആയിട്ട് ചെയ്തു വെക്കണം. 2 ഫാക്ടർ ഒക്കെ ചെയ്തു വെക്കണം. 2 ഫാക്ടർ ചെയ്ത് വെക്കുമ്പോൾ ഒരു കാര്യം വെച്ചാൽ അതിന്റെ ബാക്കപ്പ് കോഡ്സ് എടുത്ത് സൂക്ഷിച്ച് വെക്കണം. എൻ്റെ ഗിറ്റബ് അക്കൗണ്ട് അങ്ങനെ പോയതാ. അതിന്റെ ബാക്കപ്പ് കോഡ്സ് നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അതിലേക്ക് ലോഗിൻ ചെയ്യാൻ കഴിയില്ല. ഒതന്റിക്കേറ്ററും പോയി കഴിഞ്ഞാൽ പിന്നെ ലോഗിൻ ചെയ്യാൻ കഴിയില്ല, എന്ത് കളിച്ചിട്ടും കാര്യമില്ല. പിന്നെ വേറെ ഭയങ്കര ഒരു ഡെവലപ്പറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു സാധനമാണ് ഈ ഗിറ്റബ്. ഒന്ന് പോയെന്ന് പറയുമ്പോൾ അതിൽ കുറെ ബാഡ്ജും ഡയമണ്ട്സും ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയി കിട്ടി. ബാഡ്ജും ഡയമണ്ട്സ് ഒക്കെ എന്താ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിനനുസരിച്ച് അവർ നമുക്ക് ഇങ്ങനെ റെക്കഗ്നേഷൻ തരുന്നതാണ്. അതൊക്കെ മിസ്സായി പോവാന്ന് പറഞ്ഞാല് പിന്നെ ഇപ്പത്തെ ജെൻസി കിഡിന് നമ്മളെ സ്നാപ്ചാറ്റ് പറഞ്ഞു കൊടുത്ത ഐഡിയ കിട്ടും, സ്ട്രീക്കില്ലേ സ്നാപ്പിലെ, അതുപോലെ ഗിറ്റ് തരുന്ന ഒരു സാധനമാണ്. അത് നഷ്ടപ്പെട്ടു പോയാൽ വളരെ ആസ് ഡെവലപ്പർ അത് ഭയങ്കര നഷ്ടമാണ്, ഒരു ഹ്യൂജ് ലോസ് ആണ്. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ അതൊക്കെ നമ്മൾ യൂസ് ചെയ്ത് പഠിക്കണം. ഇപ്പോൾ ലൈക്ക് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് അത് നിങ്ങൾ എന്താ പറയുക ഓൺലൈൻ ക്ലാസ് കാണുന്നവർ കണ്ടു കുത്തിരുന്നിട്ട് കാര്യമില്ല. ഒരു ലാപ്ടോപ്പ് എടുക്കുക, നിങ്ങൾ കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, അത് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഡൗട്ട് വരുമ്പോൾ ഒന്ന് പോസ് ചെയ്തിട്ട് ബാക്ക് അടിച്ച് വീണ്ടും കാണുക. അങ്ങനെ പോകണം, ആ ഒരു പെയിൻ പോയിന്റിലൂടെ കടന്ന് പോകണം. ആ പെയിൻ പോയിന്റ് കിട്ടിയാൽ മാത്രമേ നിങ്ങൾ ഒരു പ്രോപ്പർ ഡെവലപ്പർ ആകും. അതോടൊപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും എറർ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇൻസ്റ്റാൾ ചെയ്യുന്നിടത്തും നിങ്ങൾക്ക് കോൺഫ്ലിക്റ്റുകൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതും നിങ്ങൾ എന്ത് ചെയ്യുക, ഒരുപാട് റിസോഴ്സ് അവൈലബിൾ ആണ്. ഇൻസ്റ്റാളേഷൻ അങ്ങനെ ഡൗട്ട് വരാൻ ചാൻസ് ഇല്ല. ഓക്കെ, അപ്പോൾ അതാണ് ഗിറ്റബിന്റെ കാര്യം. അപ്പോൾ ഒരു വട്ടം കൂടി പറഞ്ഞാൽ ഗിറ്റ് വേറെയാണ്, ഗിറ്റ് ഹബ്ബ് വേറെയാണ്. നമ്മളെ ഈ പ്രൊജക്റ്റിന് നമുക്ക് ആവശ്യമുള്ളത് ഗിറ്റാണ്, GIT ഗിറ്റാണ്. അപ്പോൾ ഗിറ്റ് നമ്മൾ ഒരു ലോക്കൽ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ തന്നെ നമ്മൾ ഈ നമ്മുടെ പ്രൊജക്റ്റ് ട്രാക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇപ്പം ഇതിന്റെ ട്രാക്ക് ചെയ്ത സാധനങ്ങൾ നേരെ ഒരു ഹബ്ബിലോ ഒരു ക്ലൗഡിൽ നമ്മുടെ സിസ്റ്റത്തിൽ നിന്നല്ലാതെ ക്ലൗഡിലേക്ക് വെക്കാനാണ് ഗിറ്റബ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ എന്താ പറയുക, ഡെവലപ്പേഴ്സിൻ്റെ അടുത്ത് പറയുന്നത് എന്താ പറയുക, ഒരു ബിൽഡിങ്ങിന് ഫയർ പിടിച്ചെന്ന് വിചാരിച്ചോ, അപ്പോൾ നമ്മൾ നേരെ ഗിറ്റ് പുഷ് അടിക്കുക, ലാപ്ടോപ്പ് എറിയാൻ പോരുക, അങ്ങനെ പറയാറുണ്ട്. ഓഫീസിനൊക്കെ ബിൽഡിങ്ങിന് ഫയർ പിടിച്ചാൽ ഞാൻ കേട്ടിട്ടുണ്ട്. കുറെ പഴയതാണ്, എന്നാലും ഗിറ്റിൽ പുഷ് ചെയ്താൽ സാധനം സേഫാണ്. പാസ്വേഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫയൽ റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ഗിറ്റ്. അപ്പം ഗിറ്റിലേക്ക് നമ്മൾ ആ കാര്യങ്ങളെ പുഷ് ചെയ്യുന്നതും കമന്റ് അടിക്കുന്നതും, കമ്മിറ്റ് ഓരോ കമ്മിറ്റ് ആയിട്ടാണ് ഇത് പോവുക. അപ്പോൾ അത് നമുക്ക് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ കമ്മിറ്റ് എന്താണ് എന്നുള്ളൊരു ഐഡിയ കിട്ടും. പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ഗിറ്റിന്റെ സ്റ്റാറ്റസ്, ലോഗ്, അങ്ങനത്തെ കാര്യം കുറെ കമാൻഡ്സ് ഉണ്ട്, അതൊക്കെ നമുക്ക് പറഞ്ഞു പോവാം. നമ്മൾ ഗിറ്റിലുള്ള ടൂൾസ് ഒക്കെ കവർ ചെയ്തില്ലേ, ഒരുവിധം ടൂൾസ് ഒക്കെ കവർ ചെയ്ത്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുമ്പോഴും അതിന്റെ ഇൻ ബിറ്റ്വീനിലായിട്ട് ഇൻസ്റ്റാളേഷൻ ആണ്. മെയിൻ ടൂൾസ് ഒക്കെ നമുക്കൊരു ഐഡിയ ഉണ്ട്. HTML CSS ആണ് ഫ്രണ്ട് എൻഡ് വരുന്നത്, പിന്നെ ജാങ്കോ, പിന്നെ നമുക്ക് വരുന്നത് ഗിറ്റ് ആണ്. പിന്നെ ഒരു ടൂളും കൂടി ഉണ്ട്, അത് നമ്മളെ ഡാറ്റാബേസ് ആണ്, പോസ്റ്റ്ഗ്രേ. അത് നമ്മൾ പോസ്റ്റ്ഗ്രേ ചെയ്യുമ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കറക്റ്റ് ഐഡിയ കിട്ടും. ആ സ്പോട്ടിൽ തന്നെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, അതിൻ്റെ കൂടെ തന്നെ ആ ഫ്ലോയിൽ പോകാൻ പറ്റും. നിലവിൽ നമുക്ക് വേണ്ട 3 ടൂൾസ്, ആ 3 ടൂൾസും സാറ് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ടൊക്കെ വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഡിസ്കോഡ് കമ്മ്യൂണിറ്റി ഉണ്ട്, അതിൽ നിങ്ങൾ കമൻറ്റ്സ് അടിച്ചാൽ മതി. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡൗട്ട് ഇപ്പോൾ ഇഷ്ടം പോലെ റിസോഴ്സ് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് തന്നെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നേ ഉള്ളൂ. കിട്ടിയില്ല എന്ത് ചെയ്തി, നിർബന്ധമായിട്ട് നമ്മളെ കമ്മ്യൂണിറ്റിയിൽ എന്ത് ചെയ്തോ, നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് എന്ത് വേണമെങ്കിൽ ചോദിച്ചോ, അതിന് ആൻസർ ചെയ്യാൻ നമ്മളെപ്പോൾ റെഡിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ജാങ്കോ എന്തായാലും ഇൻസ്റ്റാൾ ആയില്ലേ, നമുക്കൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തെന്ന് റണ്ണിങ് കൂടി കാണിച്ചിട്ടേക്കാം. അപ്പോൾ നമ്മൾ അതിനൊരു കമാൻഡ് ഉണ്ട്, ജാങ്കോ അഡ്മിൻ സ്റ്റാർട്ട് പ്രൊജക്റ്റ് ലൈബ്രറി. ലൈബ്രറി എന്നുള്ളത് പേരാണ്, അത് ഇഷ്ടമുള്ളവർക്ക്. നിങ്ങളിപ്പോൾ ഒരു ടിക്കറ്റ് ബുക്ക്, മൂവി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ആപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ മൂവി ടിക്കറ്റ്, ബുക്ക് മൈ ഷോ ആണെങ്കിൽ ബുക്ക് മൈ ഷോ തന്നെ കൊടുക്കാം. നമ്മളിപ്പോൾ ലൈബ്രറി മാനേജ്മെന്റ് ഉണ്ടാക്കുന്നതുകൊണ്ട് നമ്മൾ ലൈബ്രറിന്ന് കൊടുത്ത് എൻ്റർ കൊടുക്കുമ്പോൾ അതെ അവിടെ ലൈബ്രറി എന്ന് പറഞ്ഞൊരു ഫോൾഡർ വന്നിട്ടുണ്ട്. അത് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിൽ ലൈബ്രറി, അതിൻ്റെ ഉള്ളിൽ വേറൊരു ലൈബ്രറി വന്നിട്ടുണ്ട്. പിന്നെ ആ ലൈബ്രറി എന്ന് പറഞ്ഞ റൂട്ടിൻ്റെ ഉള്ളിൽ manage.py എന്ന് പറഞ്ഞൊരു ഫയലും വന്നിട്ടുണ്ട്. ഈ ലൈബ്രറിൻ്റെ ഉള്ളിൽ പിന്നെയും കുറേ പൈത്തൺ ഫയലുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ നോക്കാം. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് റൺ ചെയ്യാം. നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ ടെർമിനലിൽ നോക്കിക്കഴിഞ്ഞാൽ 5 hour എന്നുള്ളൊരു ഡയറക്ടറിയിലാണ്. നമ്മൾ അവിടെ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ 2
ഫോൾഡറാണ്. നേരത്തെ ഒന്നും കാണിച്ചില്ലായിരുന്നു. ഇപ്പം ENVയും ലൈബ്രറിയും കാണിക്കുന്നുണ്ട്. എൻവയോൺമെന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലേ. ആ CD ലൈബ്രറിയിലോട്ട് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡയറക്ടറി അതിലോട്ട് നമ്മുടെ ടെർമിനൽ അങ്ങോട്ട് ഡയറക്റ്റ് ആയി. അവിടെ നമ്മൾ LS കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ലൈബ്രറി എന്ന് പറഞ്ഞാൽ വേറൊരു ഫോൾഡറും manage.py എന്ന് പറഞ്ഞൊരു ഫോൾഡറും ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ടെർമിനലിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഡയറക്ടറി അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് ഒന്ന് ഫെമിലിയർ ആവണം. ഈ CD CD എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഡയറക്ടറി. ഡയറക്ടറി CD എന്ന് വെച്ചിട്ട് 2 ഡോട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ബാക്കോട്ട് പോകും. അപ്പോൾ പിന്നെ നമുക്ക് ഡയറക്ടറിയുടെ പേര് കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്ടറിയിലോട്ട് പോകും. ക്ലിയർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇവിടെ LS കൊടുത്തു കഴിഞ്ഞാൽ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലൈബ്രറിയും മാനേജ്മെൻറ്റ് പൈയും ഉണ്ട്. ഈ management.py എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഫോൾ പ്രൊജക്റ്റിനെ മാനേജ് ചെയ്യുന്ന ഒരു ഫയലാണ്. നമ്മൾ കുറേ കാര്യങ്ങൾ ഈ manage.py വെച്ച് ചെയ്യും. നമ്മൾ ചെയ്യുമ്പോൾ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ ഒരു ഐഡിയ കിട്ടും. ജസ്റ്റ് ഒന്ന് റൺ ചെയ്യാം. Python 3 എന്ന് ടൈപ്പ് ചെയ്യാം. manage.py റൺ സെർവർ. നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സെർവറിലാണ്. റൺ സെർവർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഈ പ്രൊജക്റ്റ് ഒരു പോർട്ടിൽ 8000 എന്ന് പറഞ്ഞ ലോക്കൽ ഹോസ്റ്റ് 8000 എന്ന് പറഞ്ഞ പോർട്ടിൽ ഇത് റൺ ആവും. അപ്പോൾ നമുക്ക് ഇവിടെ റൺ സെർവർ 8000 9000 കൊടുത്താൽ 9000 കയറും. അപ്പോൾ നമ്മൾ ഒന്ന് സ്പെസിഫൈ ചെയ്തില്ലെങ്കിൽ ഡിഫോൾട്ടായിട്ട് 8000 വരും. അപ്പോൾ ഇത് നമുക്കതൊന്ന് ജസ്റ്റ് കമാൻഡ് അല്ലെങ്കിൽ കൺട്രോളോ ഞെക്കിയിട്ട് അതിന്റെ മുകളിൽ ക്ലിക്ക് ചെയ്താലും ഡയറക്റ്റ് ഓപ്പൺ ആവും. അല്ല നിങ്ങൾ ഡയറക്റ്റ് ഓപ്പൺ ആവുന്നില്ല, എന്ത് ചെയ്താൽ ആ URL കോപ്പി ചെയ്തിട്ട് ബ്രൗസറിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്താൽ മതി. ഇപ്പൊ നമ്മൾ അതിലൊന്നും ഇല്ല, ജാങ്കോയിൽ ചെയ്യാത്തത് കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ ഒരു പോളിംഗ് ആപ്പ് അതുപോലെ തന്നെ ജാങ്കോ ഡോക്യുമെന്റേഷനും കാണാൻ പറ്റും. അപ്പോൾ ഈ ജാങ്കോയുടെ ഡോക്യുമെന്റേഷൻ ഒഫീഷ്യൽ ഡോക്യുമെന്റേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ബാക്കിയുള്ള സ്റ്റാക്കിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി എളുപ്പമാണ് ഇത് പഠിക്കാൻ. അവരുടെ ഡോക്യുമെന്റേഷൻ കാരണം ഞാൻ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് ChatGPT ഇല്ലായിരുന്നു. അപ്പൊ അന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തത് ഈ ഒരു സാധനമാണ്. ഒഫീഷ്യൽ ഡോക്യുമെന്റേഷൻ നല്ല ട്രസ്റ്റബിൾ ആണ്, കറക്റ്റ് ആയിരിക്കും. അതിന്റെ ഓപ്പറേഷനിൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ അതിലേക്ക് കാരണം ഇത് ഈ ജാങ്കോ ഉണ്ടാക്കുന്ന ടീം തന്നെയാണ് അതിന്റെ ഡോക്യുമെന്റേഷൻ ഓപ്പൺ സോഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ അത്രയും ഒരുപാട് എക്സ്പേർട്ട് ആയിട്ടുള്ള ഡെവലപ്പേഴ്സിന്റെ ഒരു പ്രൊഡക്റ്റ് ആണത്. അതായത് ഈ ഓപ്പൺ സോഴ്സ് ഡെവലപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആളുകൾ ഉണ്ടാവും. അവർ ഈ എന്താ പറയാ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടല്ലാതെ അവരുടെ ഇൻട്രസ്റ്റ് പാഷന്റെ പുറത്ത് ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ളവർ എന്തായാലും ബെസ്റ്റ് ഔട്ട്പുട്ട് ആയിരിക്കും തരിക. കാരണം അവരൊന്നും പ്രതീക്ഷിക്കുക. അപ്പൊ ആ ഒരു ഔട്ട്പുട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ എന്താ പറയാ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഇതിലൊരു പോളിംഗ് ആപ്പ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ബേസിക് ആയിട്ട് ആദ്യം ചെയ്ത് നോക്കാൻ പറ്റിയൊരു സാധനമാണ്. അപ്പൊ അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കഴിഞ്ഞിട്ട് ചെയ്ത് നോക്കുക. അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എക്സ്ട്രാ എഫേർട്ടും കൂടി എടുക്കണം. ഉറപ്പായിട്ടും. എന്നാൽ മാത്രമേ നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ആവുള്ളൂ. അപ്പൊ ഒന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് ജസ്റ്റ് ഇത് കാണിച്ചു. ഇനി നമ്മൾ നെക്സ്റ്റ് വീഡിയോയിലേക്ക് പോകുമ്പോൾ ഇത് ലാൻഡിംഗ് പേജ് ആണ്, ഡിഫോൾട്ട് ലാൻഡിംഗ് പേജ്. ഇത് തന്നെ നമ്മളിനി എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് വേണ്ട രീതിയിൽ കാര്യങ്ങൾ മാറ്റിയെടുക്കാൻ പോകും. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മുടെ ഫസ്റ്റ് വീഡിയോ ഇതാണ്. ഇതുവരെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ പോയി ഓരോന്നോരോന്ന് പോസ്റ്റ് ചെയ്ത് അപ്പം ചെയ്ത് പോവുക. പിന്നെ എന്ത് ചെയ്യുക, എല്ലാം കഴിഞ്ഞ ശേഷം ഒരു വട്ടം കൂടി ഇതൊന്ന് റിവൈസ് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മൾ ഈ 5 hours ചാലഞ്ച് നമ്മളെ കൂടെ തന്നെ തീർക്കാൻ പറ്റും. 5 മണിക്കൂർ കൊണ്ട് തന്നെ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തരാനും പറ്റും. നമ്മുടെ ആ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ് ചെയ്യാനും പറ്റും അല്ലേ. ഓക്കെ. പിന്നെ ഈ ടെർമിനൽ റൺ ചെയ്യുമ്പോൾ നമ്മൾ Ctrl+C അടിച്ചിട്ട് തന്നെ അത് ക്ലോസ് ചെയ്യണം. Ctrl+Z അടിച്ചാൽ അത് ഇവിടുന്ന് ഈ ടെർമിനൽ ആ റണ്ണിങ് ഒഴിവായി കിട്ടും. പക്ഷെ പോർട്ട് അടക്കില്ലാവില്ല. അപ്പൊ നമുക്ക് ഈ പോർട്ടിൽ വീണ്ടും ഇത് റൺ ചെയ്യാൻ പറ്റില്ല. നമ്മൾ വേറെ പോർട്ടിൽ റൺ ചെയ്യേണ്ടി വരും. അപ്പൊ അത് ഓഫ് ചെയ്യുന്ന ഈ ഒരു പോയിന്റ് Ctrl+Z അടിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഏത് പോർട്ടാണോ നിങ്ങൾ റൺ ചെയ്ത് ആ പോർട്ട് കില്ല് ചെയ്യാനുള്ള കമാൻഡ് വേറെ അടിക്കണം. അത് നിങ്ങൾക്ക് മീൻസ് ആ പോർട്ട് നിങ്ങൾക്ക് ഓർമ്മയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്താൽ മതി. അങ്ങനെ അത് ഇരട്ടിപ്പണിയാണ്. നമ്മൾ ക്ലോസ് ചെയ്യുന്ന നേരം എന്ത് ചെയ്താൽ ജസ്റ്റ് ടെർമിനലിൽ Ctrl+C അടിച്ചാൽ അറിയാതെ ആയി. പക്ഷേ സിസ്റ്റം ഷട്ട് ഡൗൺ ആയിട്ട് ഓപ്പൺ ആവുന്നേരം അത് ഓൾറെഡി ആയിക്കോളും. അതാണ് ആ കാര്യങ്ങളൊക്കെ. ഓക്കെ. അപ്പോൾ ദാറ്റ്സ് ഓൾ ഗൈസ്. അപ്പോൾ നമ്മളെ ഇന്നത്തെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇതിൻ്റെ തുടർന്നുള്ള ഈ ഒരു 5 hours നിങ്ങൾ നിർബന്ധമായിട്ട് കംപ്ലീറ്റ് ചെയ്യുക. നിങ്ങളുടെ സ്കിൽ ഉറപ്പായിട്ടും മുകളിലേക്ക് പോകും. അതാണ് 100% ഗ്യാരണ്ടി ആണ്. അപ്പം നമുക്ക് ആ ലൈബ്രറി മാനേജ്മെൻറ്റ് എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യാം. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. നമുക്ക് മോർ ഡീറ്റെയിൽസിന് എന്ത് ചെയ്യുക, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടുന്ന ഹെൽപ്പൊക്കെ നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നിരിക്കും. ദാറ്റ്സ് ഓൾ.